ഹായ് ഓൾ, വെൽക്കം ടു ടെക്ഗുരു FT യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ഹരിപ്രസാദ്. ഞാനാണ് നിങ്ങളുടെ ഓൺലൈൻ ട്യൂട്ടർ. ഇവിടെ നമ്മൾ ഹാർഡ്വെയർ, നെറ്റ്വർക്കിംഗ്, സെർവർ ബേസ്ഡ് സർവീസസ്, അഷൂർ, AWS, M365 തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി ടോപ്പിക്കുകളെ പറ്റി ഡിസ്കസ് ചെയ്യാറുണ്ട്. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്താനും അതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന വീഡിയോയ്ക്ക് സപ്പോർട്ടിന് വേണ്ടി ലൈക്ക് ബട്ടൺ അടിക്കാൻ മറക്കരുത്. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. സോ ഇന്നത്തെ നമ്മളെ ടോപ്പിക്ക് ഡൊമൈൻ നെയിമും പിന്നെ എന്താണ് DNSഉം. ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ നമ്മൾ ബേസിക് സീരീസിൻ്റെ ഏകദേശം കാര്യങ്ങളൊക്കെ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബേസിക് സീരീസ് കണ്ടിന്യൂ ചെയ്യാനുള്ളത് ലിനക്സിലാണ് ആക്ച്വലി. പക്ഷേ അതാകുമ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ഒന്ന് പാർക്ക് ചെയ്ത് വെച്ചേക്കാണ്. നമുക്ക് വിൻഡോസ് കഴിഞ്ഞിട്ട് ഇപ്പം എനിവേ നമ്മൾ എന്തായാലും വിൻഡോസിൻ്റെ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ മോസ്റ്റ്ലി എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമും വിൻഡോസ് ആയിരിക്കും. പിന്നെ മോസ്റ്റ് വൈഡായിട്ട് യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമും വിൻഡോസ് തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ലിനക്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ വിൻഡോസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും. ദെൻ നമുക്ക് ലിനക്സിലേക്ക് പോകുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. സോ ബേസിക് സീരീസ് നമ്മൾ ഏകദേശം ഇപ്പോൾ ഒന്ന് തൽക്കാലത്തേക്ക് നമ്മൾ പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ അത് പറഞ്ഞ പോലെ കണ്ടിന്യൂ ചെയ്യാനുള്ളത് ലിനക്സിലാണ്. സോ നമുക്കതിൽ ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലുള്ള കുറച്ച് സർവീസസും കാര്യങ്ങളൊക്കെ പഠിച്ച് നമുക്ക് ഇനി വിൻഡോസ് സെർവർ കോൺഫിഗറേഷനിലേക്ക് നമുക്ക് തുടങ്ങാം. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്റ്റീവ് ക്ലാസ് എന്ന് പറയാവുന്നൊരു ക്ലാസ്സാണ് ഇന്നത്തെ ഡൊമൈൻ നെയിം ആൻഡ് DNS. കാരണം നമുക്ക് സെർവർ ബേസ്ഡ് സർവീസസിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഡൊമൈൻ നെയിമും പിന്നെ DNS കോൺഫിഗറേഷനും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആക്റ്റീവ് ഡയറക്ടറി ഡൊമൈൻ സർവീസിനെ പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫൗണ്ടേഷൻ കൂടിയാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളോട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ആക്റ്റീവ് ഡയറക്ടറിക്ക് ആയിട്ട് ബാക്കി ഫുൾ സെർവർ സർവീസുമായിട്ട് എൻഗേജ്ഡ് ആവും. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും ഈ പല സമയങ്ങളായിട്ട് കേട്ടിട്ടുണ്ടാവും DNS, അതുപോലെ തന്നെ ഡൊമൈൻ നെയിംസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പല കാര്യങ്ങളും പല സമയങ്ങളിലും പല സൈറ്റുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോഴൊക്കെ നമ്മളിത് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് ആക്ച്വലി നമ്മളെ നെറ്റ്വർക്കിംഗ് സൈഡിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫംഗ്ഷൻ എങ്ങനെയാണ്, എന്താണ് ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഡൊമൈൻ നെയിം എന്ന് പറയുന്നത് നമ്മൾ മുന്നേ IP-യുടെ ക്ലാസ് ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് പറഞ്ഞായിരുന്നു. ഇപ്പം നമുക്ക് IP-യുടെ ആണോ ഇനി മറ്റു നെറ്റ്വർക്കിങ്ങിൻ്റെ കേസിലാണോ എന്ന് ഓർമ്മയില്ല. നമ്മളൊരു ക്ലാസ് തൊട്ട് മുന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു ചെറുതായിട്ടൊരു ഒന്ന് രണ്ട് പോയിന്റ് ആയിട്ട്. അപ്പോൾ ഇത് ഡൊമൈൻ നെയിം എന്ന് പറയുന്നത് ആക്ച്വലി ഇപ്പോൾ ഒരു വ്യക്തിയുടെ പേര് പോലെ തന്നെയാണ് ഡൊമൈൻ നെയിമും ഫങ്ഷൻ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് IP അഡ്രസ്സ് നമ്മൾ പറഞ്ഞു ഓരോരുത്തർക്കും ഓരോ ഐഡന്റിറ്റി ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മളൊക്കെ പേരുകൾ നമ്മൾ ഐഡന്റിറ്റിയാണ്, അതേപോലെ തന്നെ സിസ്റ്റത്തിലുള്ള ഐഡന്റിറ്റിയാണ് എന്ത് IP അഡ്രസ്സ്. അപ്പോൾ ഈ IP അഡ്രസ്സ് നമുക്ക് ഓരോ മെഷീനെയും ഓർത്ത് വെക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഫേസ്ബുക്കിന് നിങ്ങൾ ഒരു IP അഡ്രസ്സ് ഉപയോഗിച്ച് കോൾ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഗൂഗിൾ ഒരു IP അഡ്രസ്സ് ഉപയോഗിച്ച് കോൾ ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഒന്നോ രണ്ടോ സൈറ്റുകളാണെങ്കിൽ ഇപ്പോൾ നമുക്ക് IP അഡ്രസ്സ് ഉപയോഗിച്ച് കോൾ ചെയ്യുന്നത് വളരെ ഈസി ആയിരിക്കും. കാരണം ആ ഒന്നോ രണ്ടോ സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് മാത്രം നമ്മൾ മനസ്സിൽ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇപ്പോൾ നിങ്ങൾ ഡെയിലി ലൈഫിൽ തന്നെ നിങ്ങൾ എത്ര വെബ്സൈറ്റുകളും എത്ര കമ്പനികളും നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ നമ്മൾ രാവിലെ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തൊട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റ, ഗൂഗിൾ, ജിമെയിൽ, ഗൂഗിൾ ഡ്രൈവ്, അങ്ങനെ തുടങ്ങി നമ്മൾ ഇപ്പോൾ തന്നെ നമ്മളൊരു 6 സൈറ്റ് നമ്മളിപ്പോൾ പറഞ്ഞു. ഇതേപോലെ ഒരുപാട് സൈറ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ IP അഡ്രസ്സ് ഓർത്ത് വയ്ക്കുക എന്ന് പറയുന്നത് നമുക്ക് വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും, നിയർലി ഇമ്പോസിബിൾ ആണ്. അപ്പോൾ അത്രയും നൂറുകണക്കിന് സൈറ്റുകൾ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു ഡ്യൂറേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ചിലപ്പം പല കാര്യങ്ങൾക്കായിട്ട് നമ്മളത് ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് പേര് ഓർത്ത് വയ്ക്കാൻ വളരെ എളുപ്പമാണ്. അപ്പം നിങ്ങൾക്ക് മേ ബി നിങ്ങൾ അറിയുന്ന ആളുകളുടെ എണ്ണം ഇപ്പം നിങ്ങൾ ഇപ്പം നാട്ടിലും നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തും പഠിച്ചതും ആയിട്ട് ഇത്രയും കാലത്ത് നിങ്ങളുടെ ലൈഫിനിടയ്ക്ക് നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളുടെ ഒരു 100 ആളെയോ അല്ലെങ്കിൽ മേ ബി ഒരു 500 ആളെയോ അല്ലെങ്കിൽ 200 ആളെയോ ബൾക്ക് നമ്പർ ഓഫ് നെയിംസ് എഴുതാൻ പറഞ്ഞാൽ മേ ബി നിങ്ങൾക്ക് അത് പെട്ടെന്ന് പറ്റും. ഇല്ലെങ്കിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്താലെങ്കിലും നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, അച്ചീവ് ചെയ്യാൻ പറ്റും. ഒരു 100 ആളുകൾ നമ്മൾ അറിയുന്ന ഒരു 100 ആളുകളുടെ പേരെഴുതാൻ പറഞ്ഞാൽ നമുക്ക് പറ്റും. പക്ഷേ അതേസമയം ഈ 100 ആളുകളുടെ മൊബൈൽ നമ്പർ എഴുതാൻ പറഞ്ഞാൽ നമുക്ക് പറ്റുമോ? പറ്റുന്നവരുണ്ടാവാം, പക്ഷെ സ്റ്റിൽ മെജോറിറ്റി ഓഫ് ആളുകൾക്ക് അത് ഡിഫിക്കൽട്ടായിരിക്കും. ഇപ്പോൾ എനിക്ക് ഇപ്പം എൻ്റെ കേസിൽ തന്നെ എനിക്ക് എൻ്റെ നമ്പർ 2 നമ്പറും വൈഫിൻ്റെ നമ്പറും അല്ലാതെ വേറെ ഒന്നും അറിയില്ല. അമ്മ ഉണ്ടായ സമയത്ത് അമ്മയുടെ നമ്പർ അറിയായിരുന്നു, അതിൽ കൂടുതൽ എനിക്കറിയില്ല. ഇപ്പോൾ നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. ഇത് നമ്പേഴ്സ് ഓർത്ത് വയ്ക്കുക എന്ന് പറയുന്നത്
കുറച്ച് ഡിഫിക്കൽട്ടാണ്. അങ്ങനെ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനാണ് ആക്ച്വലി ഡൊമൈൻ നെയിം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഡൊമൈൻ നെയിം എന്ന് പറയുമ്പോൾ ആ ഒരു IP സിസ്റ്റത്തിന്റെ ഒരു IP അഡ്രസ്സിന് അഗെയിൻസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു നെയിം അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഗൂഗിൾ എന്ന് പറയുന്ന കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗൂഗിൾ എന്ന് പറയുന്ന ഒരു നെയിം അതിന്റെ സൈറ്റിന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നെയിം മാത്രമാണോ കാണാറ്? ഗൂഗിൾ എന്ന് പറയുന്ന ഒരു നെയിം മാത്രമാണോ നമ്മൾ അടിച്ചു കൊടുക്കാറ്? അല്ല. നമ്മൾ google.com എന്നടിക്കും, അല്ലെങ്കിൽ google.co.in എന്നടിക്കും, അല്ലെങ്കിൽ google.in എന്നടിക്കും. അപ്പൊ ഇതിനിടയിൽ വേറൊരു പേരും കൂടെ അതിന്റെ കൂടെ ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. ഇതെന്താന്നുള്ളത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. പിന്നെ എന്താണ് DNS? DNS പറയുന്നത് ഡൊമൈൻ നെയിം സിസ്റ്റം എന്നാണ് DNSന്റെ ഫുൾ ഫോം. DNS ഉപയോഗിക്കുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്ത്, പേരും IP അഡ്രസ്സും തമ്മിൽ കണക്ട് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ കണക്ഷൻ ചെയ്യുന്ന സർവീസിന്റെ പേരാണ് DNS. പേര് നമുക്ക് IP ആയിട്ടും IP-നെ പേരായിട്ടും ഇടയ്ക്ക് എന്ത് ചെയ്യേണ്ടി വരും, സ്വിച്ച് ചെയ്യേണ്ട വരും. ഇപ്പൊ നമ്മൾ പേര് വിളിക്കുന്ന സമയത്ത് അത് IP അഡ്രസ് ആയിട്ട് സിസ്റ്റത്തിന് കൊടുക്കണം. കാരണം സിസ്റ്റത്തിന് ഡൊമൈൻ നെയിം മനസ്സിലാക്കാൻ പറ്റില്ല, അതിന് IP അഡ്രസ്സ് മാത്രമേ റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ സിസ്റ്റത്തിലേക്ക് നമ്മൾ വിളിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, ആ കോൾ IP അഡ്രസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് കൊടുക്കണം. സിസ്റ്റത്തിൽ നിന്ന് വരുന്ന റെസ്പോൺസ്, ആ റെസ്പോൺസ് എന്ത് ചെയ്യണം, IP അഡ്രസ്സിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് ഡൊമൈൻ നെയിം ആയിട്ട് മാറ്റിയിട്ട് നമുക്ക് തരണം. അപ്പോഴേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഈ പരിപാടി, ഈ കൺവേർഷൻ പരിപാടി ചെയ്യുന്ന, ഈ കണക്ഷൻ പരിപാടി ചെയ്യുന്ന സർവീസിന്റെ പേരാണെന്ത്, DNS. ഓക്കെ, ദെൻ എന്തുകൊണ്ടാണ് ഡൊമൈൻ നെയിമും ഇതും ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്നത്തെ വേൾഡിൽ DNS എന്നൊരു സർവീസ് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും വാസ്റ്റായ രീതിയിൽ നെറ്റ് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് കുറച്ച് സംശയമാണ്. കാരണം നമ്മൾ കുറച്ച് കഷ്ടപ്പെടും ഇതൊന്ന് ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ. ഓക്കെ, എക്സാക്ട് ഡെഫിനിഷൻ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണ്, wikipedia.org, google.com, അതുപോലെ harvard.edu, ഇതൊക്കെ ഡൊമൈൻസ് ആണ്, ഡൊമൈൻ നെയിം എന്ന് പറയും. അപ്പൊ ഇതുപോലെ പല ഡൊമൈൻ നെയിം നമുക്ക് മനുഷ്യന് മനസ്സിലാവാൻ പറ്റുന്ന രീതിയിലുള്ള പേരുകൾ കമ്പ്യൂട്ടറിന് അസൈൻ ചെയ്തിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത്, ഡൊമൈൻ നെയിംസ് നമ്മൾ പറഞ്ഞു. എക്സാമ്പിൾ നമ്മൾ സംസാരിച്ചു. പിന്നെ മോസ്റ്റ് വൈഡ് ആയിട്ട് ഇപ്പൊ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. ഇതില്ലാതെ ഇനി നമുക്ക് മുന്നോട്ട് പോകാന്ന് പറയുന്നത് പോസിബിൾ അല്ല. പിന്നെ ഓരോ ഡൊമൈനിലും എന്തുണ്ടാവും, ഒരു സബ് ഡൊമൈൻ ഉണ്ടാവും, ഒരു സെക്കൻഡ് ലെവൽ ഡൊമൈൻ ഉണ്ടാവും, ഒരു ടോപ്പ് ലെവൽ ഡൊമൈൻ ഉണ്ടാവും. ഇതെന്താന്നുള്ളത് നമ്മൾ തൊട്ടടുത്ത സ്ലൈഡ് വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഒരു വെബ്സൈറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ എന്താ അറിയാം, URL നമ്മൾ പറയാറുണ്ട്. എന്താ, യൂണീക് ഫുൾ ഫോം സംതിങ് എന്തോ ആണ്, എനിക്ക് എത്ര കറക്റ്റായിട്ട് ഓർമ്മയില്ല. എനിവേ നമുക്കത് എടുക്കാം. സ്റ്റിൽ ഞാൻ പറയുന്നു, അപ്പൊ ഇതൊരു സിസ്റ്റത്തിന്റെ ഒരു URL ആണ്, ഒരു സൈറ്റിന്റെ ഒരു URL ആണെന്ന് വിചാരിക്കുക. ഈ URL എന്തൊക്കെ കണ്ടന്റുകളുണ്ട്? ആദ്യം വരുന്ന ഫസ്റ്റ് ബ്ലോക്ക്, പ്രോട്ടോകോൾ എന്ന് പറയുന്ന ബ്ലോക്ക് എന്ന് പറയുന്നത് ഏതൊരു സർവീസിനും, സോ നമ്മൾ പറഞ്ഞു നിർത്തിയ പോലെ ഇതൊരു സൈറ്റിന്റെ ഡൊമൈനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ അതിൽ ആദ്യത്തെ ഭാഗം പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഏതൊരു സർവീസും വർക്ക് ചെയ്യാൻ നമുക്ക് എന്താണ്, ഒരു പ്രോട്ടോകോൾ ആവശ്യമാണ്. നമ്മളുടെ ഇന്റർനെറ്റ് വർക്ക് ചെയ്യുന്നത് മെയിൻലി രണ്ട്, നമ്മളെ സൈറ്റും കാര്യങ്ങളൊക്കെ, ഇന്റർനെറ്റിൽ നമുക്ക് രണ്ട് സൈറ്റും മറ്റ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത് മെയിൻലി രണ്ട് പ്രോട്ടോകോളിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. HTTPയും HTTPS ആണ്. ഇതിൽ ആദ്യത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് ഈ ഡൊമൈൻ വർക്ക് ചെയ്യുന്ന പ്രോട്ടോകോൾ ആണ്. രണ്ടാമത് ബ്ലോഗ് എന്ന് പറയുന്ന ആ ഒരു പാർട്ട്, ഇതിനെയാണ് നമ്മൾ സബ് ഡൊമൈൻ എന്ന് പറയുക. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. അടുത്ത് വരുന്ന ഹബ്സ്പോട്ട് എന്ന് പറയുന്ന ആ ഒരു ഭാഗം, അവിടെ നമുക്ക് എന്തും വരാം. ബ്ലോഗ് ഇപ്പം സബ് ഡൊമൈനിൽ നമുക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ സെക്കൻഡ് ലെവൽ ഹബ്സ്പോട്ട് എന്ന് പറയുന്ന സെക്കൻഡ് ലെവൽ ഡൊമൈനിൽ നമുക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അത് നമ്മുടെ ചോയ്സ് ആണ്. സബ് ഡൊമൈൻ നമുക്ക് എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാം, സെക്കൻഡ് ലെവൽ ഡൊമൈൻ എന്ത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. അത് അവൈലബിലിറ്റിക്ക് അനുസരിച്ച് നമ്മളുടെ ചോയ്സ് ആണ്. ഈ സബ് ഡൊമൈൻ നമുക്ക് എന്തും ആവാം, അവിടെ അവൈലബിലിറ്റിയുടെ പ്രശ്നമില്ല. കാരണം നമ്മൾ ഒരു ഡൊമൈനിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. മെയിൻ നമ്മളെ ഡൊമൈൻ നെയിം എന്ന് പറയുന്നത് സെക്കൻഡ് ലെവൽ ഡൊമൈൻ നെയിം ആണ്. ഈ സെക്കൻഡ് ലെവൽ ഡൊമൈൻ നെയിം എന്ന് പറയുന്നത് വേൾഡ് വൈഡ് യുണീക്ക് ആണ്. ഒരു ഡൊമൈൻ നെയിം ഒരാൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മറ്റൊരാൾക്ക് കിട്ടില്ല. നമ്മൾ പബ്ലിക് IP അഡ്രസ്സിനെ കുറിച്ച് പറഞ്ഞോണ്ടാണ്. പബ്ലിക് IP നമുക്ക് എന്താണ്, ഒരാൾക്ക് ഒരു പബ്ലിക് IP ഉണ്ടെങ്കിൽ ആ പബ്ലിക് IP എന്തുണ്ടാവില്ല, മറ്റൊരു സിസ്റ്റത്തിനോ സർവീസിനോ വേറെ ഒരു സ്ഥലത്തും നമുക്ക് ആ പബ്ലിക് IP കാണാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് എന്ത്, സെക്കൻഡ് ലെവൽ ഡൊമൈൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ലെവൽ ഡൊമൈൻ എന്ന് പറയുന്നത് വേൾഡ് വൈഡ് ആയിട്ട് യുണീക്ക് ആയിരിക്കും.
അപ്പം അത് ഒരു സിസ്റ്റത്തിനുള്ള IP അഡ്രസ്, ഈ ഡൊമൈൻ നെയിം, ഒരു IP നമ്മൾ അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന ഡൊമൈൻ നെയിം വേറെ ഒരാൾക്കും ഉണ്ടാവില്ല. ടോപ്പ് ലെവൽ ഡൊമൈൻ എന്ന് പറയുന്നത് പ്രീ ഡിഫൈൻഡ് ആണ്. അവിടെ .com, .in, .org, .edu എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ടോപ്പ് ലെവൽ ഡൊമൈൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ടോപ്പ് ലെവൽ ഡൊമൈൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സെക്കൻഡ് ലെവൽ ഡൊമൈൻ നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ഈ ഒരു ക്ലാസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാനൊരു സൈറ്റിൻ്റെ ഒരു ഡൊമൈൻ നെയിം ഞാൻ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചുമ്മാ ഒരു പേര് കൊടുത്തു എന്നുള്ളൂ. അതിൽ ഒരു ചുമ്മാ ഒരു സൈറ്റ് ഹോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ പേജ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഇത് ഞാൻ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സൈറ്റാണ്. ചുമ്മാ ഒരു പ്രത്യേക ആവശ്യം ഉണ്ടായിട്ട് ചെയ്തതായിരുന്നു. എനിവേ ഇതൊരു സിമ്പിൾ സൈറ്റാണ്. ഇതിൻ്റെ നമ്മൾ ക്ലാസ്സിന് ആവശ്യത്തിലേക്ക് പർച്ചേസ് ചെയ്തിരിക്കുന്ന ഡൊമൈനാണ് എന്ത്, necroman.xyz. ഞാൻ ചുമ്മാ ഒരു പേര് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് അവിടെ എന്ത് പേരും യൂസ് ചെയ്യാം. XYZ എന്ന് പറയുന്നത്, XYZ എന്ന് പറയുന്നത് ടോപ്പ് ലെവൽ ഡൊമൈൻ ആണ്. അത് ഫിക്സഡ് ആയിരിക്കും, പ്രീ ഡിഫൈൻഡ് ആയിരിക്കും. നമുക്ക് അതിന് ആവശ്യമുള്ള ഏതാണോ വേണ്ടത് നമ്മളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ നെക്രോമാൻ എന്ന് പറയുന്നത് യൂണീക്ക് ആണ്. ഇനി നിങ്ങൾ മറ്റേതെങ്കിലും ഒരു ഡൊമൈൻ പ്രൊവൈഡർ എടുത്ത് പോയിട്ട് നെക്രോമാൻ XYZ എന്ന് പറയുന്ന ഡൊമൈൻ പർച്ചേസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് പറ്റില്ല. കാരണം അത് ഓൾറെഡി ഞാൻ പർച്ചേസ് ചെയ്തു. 1 ഇയറിലേക്ക് ഞാൻ അതിൻ്റെ പേയ്മെന്റ് കൊടുത്തും കഴിഞ്ഞു. സോ ആ ഡൊമൈൻ എന്റെയാണ്. ഇനി ഒന്നുകിൽ ഞാനത് റിന്യൂ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഞാനത് റിലീസ് ചെയ്ത് എനിക്ക് വേണ്ടാന്നുകൊണ്ട് ഒഴിവാക്കി പോകുന്ന സമയത്ത് മാത്രമേ ആ ഡൊമൈൻ ഇനി മറ്റൊരാൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ അതിന്റെ ഫസ്റ്റ് പാർട്ടിൽ വരുന്ന www എന്ന് പറയുന്നത് വേൾഡ് വൈഡ് വെബ് ആണ്. അതത്ര മാൻഡേറ്ററി അല്ല, അതൊരു സബ് ഡൊമൈൻ ആണെന്ന് മാത്രം ഇപ്പം മനസ്സിലാക്കി വെക്കുക. സോ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് എനിക്ക് അവിടെ വേണമെങ്കിൽ ബ്ലോഗിന് യൂസ് ചെയ്യാം, എനിക്ക് വേണമെങ്കിൽ മൈ സൈറ്റ് എന്ന് കൊടുക്കാം. www പകരം എനിക്ക് മൈ സൈറ്റ് .necroman.xyz എന്ന് എനിക്ക് കൊടുക്കാം. അതെൻ്റെ ചോയ്സ് ആണ്. സോ ജസ്റ്റ് അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൊമൈൻ നെയിം പർച്ചേസ് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ ബ്ലോഗ് എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് എന്ത് വാല്യൂ കൊടുക്കാം, നമ്മളെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഏത് വാല്യൂ വേണമെങ്കിലും ആ ഫീൽഡിൽ കൊടുക്കാൻ പറ്റും. ദെൻ ടോപ്പ് ലെവൽ ഡൊമൈൻ കഴിഞ്ഞിട്ട് ഒരു സ്ലാഷ് കൊടുത്തിട്ട് അതിന് ശേഷം വരുന്നത് എന്തെങ്കിലും ഒരു വെബ്സൈറ്റിനകത്തുള്ള ഒരു സബ് ഡയറക്ടറി ആയിരിക്കും. ഫയലുകളൊക്കെ കോപ്പി, നമ്മൾ ഫോൾഡർ എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ഫോൾഡറാണ് അടുത്ത് വരുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഒരു ഫോൾഡർ ആയിരിക്കും. അതിന് അവസാനം വരുന്ന ഭാഗം അതിൻ്റെ പാത്താണ്. മേ ബി അതൊരു HTML ഫയൽ ആവാം, മറ്റെന്തെങ്കിലും ഒരു എക്സിക്യൂട്ടബിളോ സ്ക്രിപ്റ്റോ അങ്ങനെ എന്തും ആവാം. പാത്ത് എന്ന് പറയുന്ന ലൊക്കേഷനിൽ അവിടെ അത് എത്ര ലെങ്ത് വരെ വേണമെങ്കിലും പോവാം. അവിടെ എന്ത് കാര്യങ്ങൾ വേണമെങ്കിൽ, ചിലപ്പോൾ എന്തെങ്കിലും ആക്സസ് കീസ് വരാം, അങ്ങനെ പല കാര്യങ്ങളും ആ പാത്തിനകത്ത് വരാം. മേ ബി ഒരു സബ് ഡയറക്ടറി ഇല്ലാതെ എന്ത് ചെയ്യാം, ഒരു പാത്ത് നേരിട്ട് വരാം. hubspot.com/ ഒരു പാത്ത് വേണമെങ്കിൽ നേരിട്ടും വരാം. ഇതിൽ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ആ ടോപ്പ് ലെവൽ ഡൊമൈൻ മാത്രമാണ്. ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത സെയിം കാര്യം തന്നെയാണ്. ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ജസ്റ്റ് നമ്മൾ അടുത്തൊരു എക്സാമ്പിൾ എടുത്തു എന്ന് മാത്രം. അപ്പോൾ അവിടെ നമ്മൾ ബ്ലോഗ് നേരുന്നുണ്ടായിരുന്നത്, ഇവിടെ അത് www.mydomain എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഡൊമൈൻ നെയിം. .com എന്ന് പറയുന്നത് ടോപ്പ് ലെവൽ ഡൊമൈൻ ആണ്. ഇത് തന്നെ നമുക്ക് ഒരു വേർഡും കൂടെ നിങ്ങൾക്ക് കാണാം, റൂട്ട് ഡൊമൈൻ. mydomain.com എന്ന് പറയുന്നതാണ് റൂട്ട് ഡൊമൈൻ. ഓക്കെ, പിന്നെ എന്താണ് FQDN, ഫുള്ളി ക്വാളിഫൈഡ് ഡൊമൈൻ നെയിം? ഇവിടെ നിങ്ങൾക്ക് ഫുള്ളി ക്വാളിഫൈഡ് ഡൊമൈൻ നെയിം എന്ന് പറയുന്നത് www.mydomain.com എന്ന് പറയുന്നതാണ് FQDN, നിങ്ങളുടെ മൊത്തം ഡൊമൈൻ നെയിം. ഈ ഒരു സൈറ്റ് മേ ബി www.mydomain.com ഹോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ നെറ്റിൽ നിന്ന് കിട്ടുന്ന ഇമേജസ് ആണ്. എനിവേ അത് സ്കിപ്പ് ചെയ്തേക്കും. അപ്പം അതാണ് അതിൻ്റെ FQDN, ഫുള്ളി ക്വാളിഫൈഡ് ഡൊമൈൻ നെയിം, മൊത്തം ഡൊമൈൻ നെയിം. ഈ ഒരു വേർഡ് നമ്മൾ ഇനിയും വേറൊരു സ്ഥലത്ത് നമ്മൾ കേൾക്കും. ആ സമയത്ത് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക എന്തായിരുന്നു നമ്മളിവിടെ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. മൊത്തം ഡൊമൈൻ നെയിമിനെ പറയുന്ന പേരാണെന്ത്, FQDN, ഫുള്ളി ക്വാളിഫൈഡ് ഡൊമൈൻ നെയിം. ഓക്കെ, ഇനി എന്താണ് www? നമ്മൾ ചെറുപ്പം കാലം തൊട്ടേ ഇന്റർനെറ്റ് എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ അടുത്ത് കേൾക്കുന്ന ഒരു വേർഡാണെന്ത്, www എന്ന് പറയുന്ന 3 W. വേൾഡ് വൈഡ് വെബ് എന്നാണ് ഇതിന്റെ ഷോർട്ട് ഫോം. ഇത് പണ്ട് കാലങ്ങളിൽ സൈറ്റ് ഒപ്റ്റിമൈസേഷനും കാര്യത്തിനൊക്കെ വേണ്ടി ഇത് ഉപയോഗിച്ചിരുന്ന ഒരു ഓപ്ഷനാണ്. ഇന്റർനെറ്റിനകത്തുള്ള ഒരു സർവീസ് ആണ്. ഇതിപ്പോൾ അത്ര നിർബന്ധമില്ല. ഇതില്ലാതെയും ഒരുപാട് സൈറ്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പം നമ്മൾ നെറ്റ് ഉപയോഗിക്കുന്ന ഡൊമൈൻ നെയിം ഉപയോഗിക്കുന്ന സ്ഥലത്ത് ഇതൊരു സബ് ഡൊമൈൻ മാത്രമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എനേബിൾ ചെയ്യാം. ഇതില്ലെങ്കിലും എഫക്റ്റീവ്ലി ഇപ്പോൾ പ്രത്യേകിച്ച് അതിലൊരു ചേഞ്ചും ഇല്ല. നിങ്ങൾക്ക് അതിനെപ്പറ്റി ചെക്ക് ചെയ്താൽ മനസ്സിലാവും.
ഇതിപ്പോൾ സൈറ്റ് ഒപ്റ്റിമൈസേഷൻ, സ്പീഡിൽ ഡെലിവറി ചെയ്യുക, ലോഡ് ബാലൻസിങ്, അങ്ങനത്തെ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തിരുന്നത്. അങ്ങനത്തെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി ഫ്യൂച്ചറിൽ ഡിസ്കസ് ചെയ്യും. ജസ്റ്റ് അത് ഓർത്ത് വയ്ക്കുക. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അതുകൊണ്ട് അത് നമ്മൾ സ്കിപ്പ് ചെയ്ത് വിടുന്നു എന്ന് മാത്രം. ഇനി എന്തൊക്കെയാണ് നമുക്കിവിടെ ടോപ്പ് ലെവൽ ഡൊമൈൻ നെയിമിനകത്തുള്ള എന്തൊക്കെ നമുക്ക് ഡൈവേഴ്സിറ്റി കിട്ടും? ജനറിക് ടോപ്പ് ലെവൽ ഡൊമൈൻ നെയിംസ് ഉണ്ട്. എക്സാമ്പിൾ ഇപ്പോൾ .com, .org, .net, .info, ഇതൊക്കെ വേൾഡ് വൈഡ് ആയിട്ട് എല്ലാ കൺട്രിയിലും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഡൊമൈൻസ് ആണ്. ഒരു സ്പെസിഫിക് ലിമിറ്റേഷനോ ഒന്നുമില്ല. ആർക്ക് വേണമെങ്കിലും എവിടുന്ന് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നമുക്കിത് പർച്ചേസ് ചെയ്യാം. കൺട്രി കോഡ് ടോപ്പ് ലെവൽ ഡൊമൈൻ നെയിം എന്ന് പറയുന്നത് ആ ഒരു ടെറിട്ടറി, ഒരു കൺട്രീനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ .in അത് ഇന്ത്യക്കകത്ത് മാത്രമേ പറ്റൂ. .uk യുകെക്കകത്ത് മാത്രമേ പറ്റൂ. .cn ചൈനയ്ക്കകത്ത് മാത്രമേ പറ്റുള്ളൂ. അവിടെ കുറേ കണ്ടീഷൻ വന്നേക്കാം, നാഷണൽ പോളിസീസ് അതിന് അപ്ലൈ ആയിരിക്കാം, പല കാര്യങ്ങളും അതിന് വന്നേക്കാം. അതൊരു കൺട്രി ബേസ്ഡ് ആയിട്ട് വരുന്ന ഒരു ടോപ്പ് ലെവൽ ഡൊമൈനാണ്. പിന്നെ സ്പോൺസേഡ്, ഇപ്പോൾ ലൈക്ക് ഇപ്പോൾ ഗവൺമെൻറ് സൈറ്റുകൾ .gov എന്നാണ് നമുക്ക് കാണാൻ പറ്റുക. എഡ്യൂക്കേഷണൽ സൈറ്റുകൾക്ക് .edu എന്നാണ് കാണുക. പിന്നെ ടെക്ക് അല്ലെങ്കിൽ ഇപ്പം സൈറ്റ്, അങ്ങനത്തെ പല രീതിയിലുള്ള സ്പെഷ്യൽ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആവശ്യം അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് കാറ്റഗറി അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, അത് സ്പോൺസേഡ് ഓർ സ്പെഷ്യലൈസ്ഡ് ഡൊമൈൻ എന്ന് പറയുന്നത്. ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ എന്താണ് DNS? ഇപ്പം നമ്മൾ നേരത്തെ സിമ്പിളായിട്ട് പറഞ്ഞ എന്താണ്, ഡൊമൈൻ നെയിം സിസ്റ്റമാണ് DNS. നെയിം ടു IP കൺവേർഷനും കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ IP ടു നെയിമും DNS തന്നെയാണ് ചെയ്യുന്നത്. സോ നെയിം ടു IP ടു നെയിം കൺവേർഷൻ ചെയ്യുന്നതും നെയിമും IPയും തമ്മിലുള്ള കണക്ഷൻ കീപ്പ് ചെയ്ത് അത് കീപ്പ് ചെയ്യുന്ന സർവീസും കൂടിയാണ് എന്ത്, DNS. ഓക്കെ, സോ എങ്ങനെയാണ് DNS വർക്ക് ചെയ്യുന്നത്? അതാണ് ഇതിൻ്റെ DNSന്റെ ലുക്കപ്പ് എന്ന് പറയും. DNS ലുക്കപ്പ്. എങ്ങനെയാണ് DNS ലുക്കപ്പ് വർക്ക് ചെയ്യുന്നത്? ഒരു യൂസർ ഒരു സൈറ്റിനകത്ത് ഒരു ഡൊമൈൻ നെയിം അടിച്ചിട്ട് നമ്മൾ എൻ്റർ കൊടുക്കുന്ന സമയത്ത് ഈ ഡൊമൈൻ നെയിം നിങ്ങൾ പർച്ചേസ് ചെയ്യുക ഏതെങ്കിലും ഒരു പബ്ലിക് എൻറ്റിറ്റിയുടെ കയ്യിൽ നിന്നായിരിക്കും. ഞാനൊരു എക്സാമ്പിളിന് നിങ്ങൾക്ക് ഒരു ബ്രൗസറിൽ കാണിച്ചു തരാം. നമുക്ക് ബൈ ഡൊമൈൻ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സൈറ്റുകൾ കാണാം. നെയിം ചീപ്പ്, അതുപോലെ തന്നെ സ്പേസ് ഷിപ്പ്, ഇതൊക്കെ കുറേ സ്പോൺസേർഡ് ആണ്. ഹോസ്റ്റിംഗർ, ഗോഡാഡി, ഇതൊക്കെ ഫേമസ് ആയിട്ടുള്ള സൈറ്റുകളാണ്. ബ്ലൂ ഹോസ്റ്റ് ഇന്ത്യ, domain.com, ഹോസ്റ്റ് ഗേറ്റർ ഉണ്ട്. അങ്ങനെ ഒരുപാട് സൈറ്റുകൾ നമുക്കിത് ഡൊമൈൻ നെയിം പർച്ചേസ് ചെയ്യാൻ കിട്ടും. അതുപോലെ തന്നെ ക്ലൗഡ്ഫ്ലെയർ, ഇതൊക്കെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ടീമാണ്. അപ്പോൾ ഇത് നമുക്ക് ഞാൻ എക്സാമ്പിളിൽ കുറച്ചുകൂടെ ഗോഡാഡി എടുക്കുന്നു. ഞാൻ മോസ്റ്റ്ലി അതാണ് പ്രിഫർ ചെയ്യാറ്, കുറച്ചുകൂടെ സേഫ് ആണ് അവരുടെ കേസ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ഒരു ഡൊമൈൻ നെയിം വേണമെങ്കിൽ ഇവിടെ പർച്ചേസ് ചെയ്യാം. ഒരു എക്സാമ്പിളിന് എന്താ കൊടുക്കുക, മൈ സൈറ്റ് 1 എന്ന് ചുമ്മാ സെർച്ച് ചെയ്ത് നോക്കാം. അപ്പം ഇങ്ങനൊരു ഡൊമൈൻ നെയിം എനിക്ക് കിട്ടുമോ നോക്കാം. സോ മൈ സൈറ്റ് 1.com എന്ന് പറയുന്നത് മുന്നേ ആരോ പർച്ചേസ് ചെയ്ത് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡൊമൈൻ ടേക്കൺ എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് വേൾഡിൽ ഇനി ആർക്കും കിട്ടില്ല, അത് ഓൾറെഡി പർച്ചേസ്ഡ് ആണ്. പക്ഷെ എന്തുണ്ട്, മൈ സൈറ്റ് .in എന്ന് പറയുന്നത് അവൈലബിൾ ആണ്. ഈ റേറ്റ് നിങ്ങൾ നോക്കണ്ട. 1 റുപ്പി എന്ന് പറയുന്നത് 3 വർഷത്തേക്ക് ഒരുമിച്ച് പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ വർഷം നമുക്ക് 1 രൂപയ്ക്ക് കിട്ടും. രണ്ടാമത്തെയും മൂന്നാമത്തെയും വർഷം നമ്മൾ 749 രൂപ ഓരോ വർഷത്തിനും നമ്മൾ ഈ ഡൊമൈനിന് കൊടുക്കണം. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡൊമൈൻ നെയിംസ് പർച്ചേസ് ചെയ്യാൻ പറ്റും. XYZ 1669 രൂപ ഈ മൈ സൈറ്റ് .xyzക്ക് കൊടുക്കണം. ഇതേപോലെ ഓരോ ഡൊമൈനും ഓരോ റേറ്റ് ഉണ്ട്. പിന്നെ ഞാൻ വാങ്ങിയ സമയത്ത് ഞാൻ ഇത്രയൊന്നും കൊടുത്തിട്ടില്ല. XYZക്ക് ആ സമയത്ത് ആ ഒരു സ്പെസിഫിക് പേരിന് 84 രൂപയോ മറ്റോ ഉണ്ടായിരുന്നുള്ളൂ 1 ഇയറിലേക്ക് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ. സോ ഞാൻ 1 ഇയർ പർച്ചേസ് ചെയ്തു, കീപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് ചെറിയ എമൗണ്ടിനും ഡൊമൈൻ കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോപ്പ്, മൈ സൈറ്റ് .ഷോപ്പ്. ഇപ്പോൾ ഷോപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഒരു സൈറ്റ് ഹോസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഷോപ്പിന് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതൊന്നും അങ്ങനെ ഒന്നുമില്ല. കുറച്ചുകൂടെ അത് ഷോപ്പുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഉപയോഗിക്കുക മാത്രം. കുറച്ചുകൂടെ സെർച്ച് വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഗൂഗിളിനകത്ത് കുറച്ചുകൂടെ ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് അവരെ സൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ആ രീതിയിലുള്ള ആളുകൾ ഉപയോഗിക്കുന്നുള്ളൂ. നമുക്ക് പഠിക്കാൻ വേണ്ടി ഏത് ഡൊമൈൻ നെയിം വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ചെറിയ ഒരു പൈസയ്ക്ക് വരുള്ളൂ. ഇവിടെ ക്രെഡിറ്റ് കാർഡോ മറ്റോ വേണ്ടി വരും പർച്ചേസ് കംപ്ലീറ്റ് ചെയ്യാൻ. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം, ക്രെഡിറ്റ് കാർഡൊക്കെ വേണ്ടി വരും. അതൊക്കെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളാണ്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഓർത്ത് വയ്ക്കുക. ഇപ്പോൾ ഇവിടെ ഇങ്ങനത്തെ ഓരോ സൈറ്റുകളിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക,
ഡൊമൈൻ നെയിം പർച്ചേസ് ചെയ്യുക. ഇങ്ങനെ നമ്മൾ ഇവിടുന്ന് ഡൊമൈൻ നെയിം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ സൈറ്റിന് കൊടുത്ത ഒരു DNS എൻട്രി കൂടെ കിട്ടും. അപ്പൊ അതായത് ഇങ്ങനെയുള്ള എല്ലാ ഡൊമൈൻ പ്രൊവൈഡേഴ്സും ഒരു പബ്ലിക് DNS സെർവർ അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. ഈ പബ്ലിക് ഡൊമൈൻ സെർവേഴ്സ് സെൻട്രലൈസ്ഡ് ആയിട്ട് രജിസ്റ്റേർഡ് ആയിരിക്കും. അതിന് അയാനെയാണെന്ന് തോന്നുന്നത് മാനേജ് ചെയ്യുന്നത്, എക്സാക്ട്ലി എനിക്ക് അറിയില്ല. ഇത് കുറച്ചുകൂടെ ഡൊമൈൻ ലെവൽ, അതുപോലെ ഇന്റർനെറ്റിന്റെ കോൺഫിഗറേഷനെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമുക്കത് അത്ര വിസിബിലിറ്റി ഇല്ലാത്ത ഏരിയ ആണ്. എനിവേ, അപ്പൊ അതിന് ഒരു സെൻട്രലൈസ്ഡ് ആയിട്ട് അത് കണക്റ്റഡ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഗൂഗിൾ പോലുള്ള സെർച്ച് എഞ്ചിനകത്ത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ബ്രൗസറിനകത്ത് നമ്മൾ ഒരു ഡൊമൈൻ നെയിം സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സൈറ്റിലോ നമ്മുടെ സിസ്റ്റത്തിനകത്തൊക്കെ എന്തുണ്ട്, ഈ ഓരോ ഡൊമൈൻ പ്രൊവൈഡേഴ്സിന്റെയും സർട്ടിഫിക്കറ്റ്സ്, റൂട്ട് സർട്ടിഫിക്കറ്റ് എന്ന് പറയും. അതൊക്കെ നമ്മൾ ഇനി സർട്ടിഫിക്കറ്റ് അതിനകത്ത് ഇൻസ്റ്റാൾഡ് ആയിരിക്കും, പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടാണ് വരുന്നത്. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ്, നേരെ പോയിട്ട് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യും ഈ ഡൊമൈൻ ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് തരുന്ന ഒരു ഡൊമൈൻ പ്രൊവൈഡർ അവർ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന എൻട്രിക്കകത്ത് എന്തുണ്ടാവും, നമ്മുടെ ഡൊമൈൻ നെയിം ഏതെങ്കിലും ഒരു പബ്ലിക് API ആയിട്ട് മാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. 216 എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ കൊടുത്താണ്. 216.3.128.12 എന്ന് പറയുന്നത് അതുപോലെയുള്ള ഒരു പബ്ലിക് API ആയിട്ട് നമ്മളുടെ ആ ഡൊമൈൻ നെയിം മാപ്ഡ് ആയിരിക്കും. അപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്യും, നേരെ റെസ്പോൺസ് വരും. ഈ ഡൊമൈൻ നെയിമിന് അഗേൻസ്റ്റ് ഉള്ള പബ്ലിക് API ഇതാണ്. ആ IP കിട്ടി കഴിയുമ്പോൾ നമ്മുടെ സിസ്റ്റം എന്ത് ചെയ്യും, ആ IP ഉപയോഗിച്ചിട്ട് ആ സൈറ്റ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന സെർവറിലേക്ക് കോൺടാക്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അവിടെയുള്ള ഡാറ്റ തിരിച്ച് റിട്രീവ് ചെയ്ത് തിരിച്ചു വരും. നമ്മളെ കയ്യിൽ എത്തുന്നതിന് മുമ്പ് എഗെയിൻ എന്ത് ചെയ്യും, IP ടു ഡൊമൈൻ കൺവേർഷൻ വീണ്ടും നടക്കും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ആ ഡൊമൈനെ ഉപയോഗിച്ചുകൊണ്ടാണ് ആ ഡാറ്റ അവിടെ കാണുന്നുണ്ടാവുക. ഇതാണ് ഒരു ഓവറോൾ DNSന്റെ വർക്കിംഗ് രീതി എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ റിസോൾവർ എന്ന് പറയുന്നത് തന്നെ ഇത്രേ ഉള്ളൂ. ആ DNSനകത്ത് ഈ കൺവേർഷൻ നടത്തുന്ന സർവീസിന്റെ പേരാണ് റിസോൾവർ. റെസൊല്യൂഷൻ ചെയിൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി ചെക്ക് ചെയ്യും. റൂട്ട്, TLD, ടോപ്പ് ലെവൽ ഡൊമൈൻ, ഓതറിറ്റേറ്റീവ് സെർവേഴ്സ്, ഇതൊക്കെ നമ്മൾ നെക്സ്റ്റ് 1-2 സ്ലൈഡിനുള്ളിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ. റിക്കർസീവ് റിസോൾവർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഇന്റർമീഡിയറ്റ് ആണ്. ഇവരാണ് ഇതിന്റെ കാര്യങ്ങൾ കൊറിയും കാര്യങ്ങളൊക്കെ ക്ലയന്റിന് ഓൺ ബിഹാഫ് ഓഫ് ചെയ്യുന്ന ആ ഒരു സർവീസ് ആണ് റിസോൾവർ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണ്, നെയിം ടു IP ടു നെയിം കൺവേർഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഈ റിസോൾവർ. റൂട്ട് ഡൊമൈൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു സെൻട്രലി ഈ സാധനം മാനേജ്ഡ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള മെയിൻ ഡൊമൈൻസിനെയാണ് മെയിൻ സെർവേഴ്സിനെയാണെന്ന് പറയുന്നത് റൂട്ട് ഡൊമൈൻ എന്ന് പറയുന്നത്, റൂട്ട് നെയിം സെർവർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൽ തന്നെ പറയുന്നത് ഓൺലി 13 റൂട്ട് സെർവർ ക്ലസ്റ്റേഴ്സ് എക്സിസ്റ്റിംഗ് ഗ്ലോബലി. ഇപ്പം ആകെ 13 റൂട്ട് സെർവർ ക്ലസ്റ്ററായി മാത്രമേ ഉള്ളൂ. അതിനകത്താണ് എൻറ്റയർ ഇന്റർനെറ്റിന്റെ മൊത്തം കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത്. ഇതിന് അണ്ടറിൽ ഈ റൂട്ട് നെയിം സെർവറിന്റെ അണ്ടറിൽ ഒരുപാട് TLD നെയിം സെർവേഴ്സ് ഉണ്ടാവും. ടോപ്പ് ലെവൽ ഡൊമൈൻ സെർവേഴ്സ് ഉണ്ടാവും, നെയിം സെർവേഴ്സ് ഉണ്ടാവും. ഇതിന്റെ താഴെ ഈ TLDക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അഗെയിൻ ഓതറിറ്റേറ്റീവ് നെയിം സെർവേഴ്സ് ഉണ്ടാവും. TLD എന്ന് പറയുന്നത് ഇപ്പോൾ .com എന്ന് പറയുന്ന ഒരു ഡൊമൈനിന് ഒരു TLD ഉണ്ടാവും. അതുപോലെ തന്നെ .net എന്ന് പറയുന്ന TLDക്ക് വേറൊരു സെർവർ ഉണ്ടാവും. .in എന്ന് പറയുന്ന സെർവറിന് ഒരു TLDക്ക് വേറൊരു സെർവർ ഉണ്ടാവും. ഈ TLD സെർവേഴ്സ് എന്ത് ചെയ്യും, അപ്പം ഒരു ഹിറ്റ് വന്നു കഴിയുന്ന സമയത്ത്, ഇപ്പം നമുക്കത് അടുത്ത സ്ലൈഡ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം, കുറച്ചുകൂടെ മനസ്സിലാവും. റെക്കോർഡ് വേർ ഈസ് ഇറ്റ്, യെസ്. ഇപ്പോൾ ഇതൊരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ വിചാരിക്കുക. ഇപ്പോൾ ഇവിടെ എന്താണ്, നമ്മൾ ഒരു PC-നകത്ത് നിന്ന് എന്ത് ചെയ്യാണ്, www.example.com എന്ന് പറയുന്ന സൈറ്റ് ബ്രൗസ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഹിറ്റ് അതിൻ്റെ ലോക്കൽ DNS സെർവറിലേക്ക് വന്നു. ഈ ലോക്കൽ DNS സെർവർ എന്ന് പറയുന്നത് മേ ബി നിങ്ങളെ മോഡ ആവാം, നിങ്ങളെ ഫോണിൻ്റെ ഇന്റർനെറ്റ് ആവാം, എവിടുന്നാണോ നിങ്ങൾ ബ്രൗസ് ചെയ്യുന്നത് അതിൻ്റെ ഏറ്റവും നിയറസ്റ്റ് DNS സെർവറാണ് നിങ്ങളുടെ ലോക്കൽ DNS സെർവറിൽ ആ ഫസ്റ്റ് ഹിറ്റ് വന്ന് ലാൻഡ് ചെയ്യും. അവിടുന്ന് എന്ത് ചെയ്യും, ആ DNS സെർവർ അതിൻ്റെ കയ്യിൽ ഡാറ്റ ഇല്ലെങ്കിൽ അതെന്ത് ചെയ്യും, നിയറസ്റ്റ് റൂട്ട് DNS സെർവറിലേക്ക് റിക്വസ്റ്റ് പാസ് ചെയ്യും. നമ്മൾ 16 ഗ്ലോബലി സെർവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഒരു സെർവറിലേക്ക് എന്ത് ചെയ്യും, ഈ ഹിറ്റ് വന്ന് ലാൻഡ് ചെയ്യും. സോ സെക്കൻഡ് അങ്ങോട്ട് പോയി ആ റൂട്ട് ഡൊമൈൻ സെർവർ എന്ത് ചെയ്യും, തൊട്ടടുത്ത് ഇപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താണ്, .com എന്ന് പറയുന്ന ഡൊമൈനാണ് നമ്മൾ example.com ആണ് നമ്മൾ ബ്രൗസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും, ഈ റൂട്ട് ഡൊമൈൻ സെർവർ എന്ത് ചെയ്യും, ഇത് .com ആണുള്ളത്, ഇന്ന TLD സെർവറുമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ലോക്കൽ DNS സെർവറോട് കമ്മ്യൂണിക്കേറ്റ് തിരിച്ച് റെസ്പോണ്ട് ചെയ്യും. ആ റെസ്പോൺസ് എന്ത് ചെയ്യും, ഉപയോഗിച്ചുകൊണ്ട് ലോക്കൽ DNS സെർവർ TLD സെർവറിനോട് ചോദിക്കും ഈ .comന്റെ ഡൊമൈൻ നെയിം എന്താണ്, ഇത് എവിടെ ഉള്ളതെന്ന് ചോദിക്കും. സോ TLD സെർവർ പറയും ഇന്ന ഈ ഒരു ഓതറിറ്റീവ് DNS സെർവറിനകത്താണ് ഈ .comന്റെ ഡൊമൈനിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഉള്ളതെന്ന് പറഞ്ഞിട്ട് റെസ്പോൺസ് കിട്ടും.
അത് എഗെയിൻ എന്ത് ചെയ്യും, അടുത്ത ആ ഏതാണോ ഓതറിറ്റേറ്റീവ് സെർവർ ആ സെർവറിനകത്തേക്ക് എഗെയിൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ പറഞ്ഞു TLD സെർവറിനകത്ത് TLD ലെവൽ ഡാറ്റ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നമ്മളുടെ ഡൊമൈൻ നെയിമും IP-യും മാപ്പിംഗ് നടക്കുന്നത് ഓതറിറ്റേറ്റീവ് DNS സെർവറിലാണ്. ഇത് മോസ്റ്റ്ലി നമ്മൾ എവിടെയാണോ ഡൊമൈൻ നെയിം പർച്ചേസ് ചെയ്തത് ആ വെണ്ടറിന്റെ കയ്യിലായിരിക്കും. ഇതാണ് നമുക്ക് മാനേജ് ചെയ്യാൻ കിട്ടുക. ഇവിടെയുള്ള ബാക്കിയുള്ള ഒരു കാര്യങ്ങളും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. ഇതിൽ ഓതറിറ്റേറ്റീവ് DNS സെർവറാണ്. നമ്മളൊരു ഡൊമൈൻ നെയിം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പബ്ലിക് DNS പോർട്ടൽ നമുക്ക് കിട്ടും. അവിടെയാണ് നമ്മളെ സൈറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അത് ഓതറിറ്റേറ്റീവ് DNS സെർവറാണ്. ഈ DNS സെർവറിനകത്തേക്ക് ഈ ലോക്കൽ സെർവർ എന്ത് ചെയ്യും, ഇനി നമുക്ക് ഫൈനലായിട്ട് എനിക്ക് ഈ സെർവർ എവിടെ ഉള്ളതെന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് വരും. ഇന്ന IP അഡ്രസ് ആണ് ഈ ഡൊമൈൻ നെയിമിന് മാപ്പ് ചെയ്തിരിക്കുന്നത്, ഇവിടുന്ന് റെസ്പോൺസ് പോവും. ആ ലോക്കൽ സെർവർ എന്ത് ചെയ്യും, ആ റെസ്പോൺസ് PC-ക്കകത്തേക്ക് പാസ് ചെയ്യും. നിങ്ങൾ ചിന്തിച്ച് നോക്കി, ഇത്രയും കാര്യങ്ങൾ നടക്കുന്നത് ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിലാണ്. നമ്മളൊരു ഡൊമൈൻ നെയിം സെർച്ച് ചെയ്ത് എൻ്റർ പ്രസ് ചെയ്യുന്ന സെക്കൻഡിൽ നമുക്ക് ആ ഡാറ്റ വന്നിട്ടുണ്ടാവും, അല്ലെ ഒരു സെക്കൻഡിനുള്ളിൽ ആ ഡാറ്റ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും കോറി അതിനുള്ളിൽ നടന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്. മേ ബി ഇത്രയും വേണ്ടി വരാറുമില്ല, കാരണം ലോക്കൽ സെർവർ DNS സെർവറിനകത്ത് ആ ഡാറ്റ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, അപ്പം തന്നെ നമുക്ക് റെസ്പോണ്ട് തിരിച്ചു തരും. ഇപ്പോൾ Google.com എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരിക്കലും ഇത്രയും തപ്പി തിരിച്ച് പോകേണ്ട വരില്ല, കാരണം ഓൾമോസ്റ്റ് ഓൾ ലോക്കൽ DNS സെർവറിനകത്തും എല്ലാ സെർച്ച് എൻജിൻസും ബേസിക് ആയിട്ടുള്ള സൈറ്റുകളും അവിടെ പ്രീ ഡിഫൈൻഡ് ആയിരിക്കും. ഓക്കെ, ഇതാണ് എന്ത് ഒരു ജനറൽ DNSന്റെ ക്വറി റിസോൾവിങ് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി എങ്ങനെയാണ് ഈ പരിപാടി DNS നടത്തുന്നത്? അപ്പൊ അതിന് ഓരോ DNSനകത്തും ഓരോ ടൈപ്പ് ഓഫ് എൻട്രീസ് ഉണ്ടാവും. വാല്യൂസ് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. A വരാം, 4A റെക്കോർഡ്സ് വരാം, CNAME റെക്കോർഡ് വരാം, MX, TXT അങ്ങനെ തുടങ്ങി ഒരുപാട് ടൈപ്പ് ഓഫ് റെക്കോർഡുകൾ എന്തുണ്ട് നമ്മൾ DNSനകത്ത് ക്രിയേറ്റ് ചെയ്ത് വെക്കും. ഈ റെക്കോർഡുകളെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, DNS ഇത് കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ A റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ഡൊമൈൻ നെയിമും IPv4 തമ്മിലുള്ള മാപ്പിംഗ് ആണ്. 4A റെക്കോർഡ് എന്ന് പറയുന്നത് IPv6 ഡൊമൈൻ നെയിം മാപ്പിംഗ് ആണ്. CNAME എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇത്ര ആലോചിച്ചാൽ മതി, ഓൾറെഡി നമ്മളൊരു IPv4 v6 ഡൊമൈൻ നെയിമായിട്ട് മാപ്പിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡൊമൈൻ നെയിമിനെ പിന്നെ വേറൊരു ഡൊമൈൻ നെയിമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാൻ, സബ് ഡൊമൈൻ ഒക്കെ ആ രീതിയിലാണ് വർക്ക് ചെയ്യുക. അങ്ങനെയുള്ള ഒരു ഡൊമൈനിനെ മറ്റൊരു ഡൊമൈനിലേക്ക് എന്ത് ചെയ്യാണ്, നമുക്ക് ഏലിയാസ് സെറ്റ് ചെയ്യുന്നതിനാണ് എന്ത് CNAME എന്ന് പറയുന്നത്. MX റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ സെർവർ ഏതാണെന്ന് കാണിച്ചു കൊടുക്കുന്ന റെക്കോർഡാണ്. NS റെക്കോർഡ് എന്ന് പറയുന്നത് നമ്മളെ നെയിം സെർവർ, ഓതറിറ്റേറ്റീവ് അല്ലെങ്കിൽ ഓതറിറ്റേറ്റീവ് സെർവേഴ്സ് ഒക്കെ ഏതാണ്, ടോപ്പ് സെർവർ ഏതാണ്, DNS സെർവർ ഏതാണെന്നൊക്കെ നമ്മളെ DNSനകത്ത് തന്നെ സെറ്റ് ചെയ്യുന്ന റെക്കോർഡുകളാണ് NS റെക്കോർഡ് എന്ന് പറയുന്നത്. PTR എന്ന് പറയുന്നത് റിവേഴ്സ് പോയിന്റർ റെക്കോർഡാണ്. അതായത് നമുക്ക് നെയിം ടു IP കൺവേർട്ട് ചെയ്യുന്നതിനും IP ടു നെയിം കൺവേർട്ട് ചെയ്യുന്നതിനും രണ്ട് ടൈപ്പ് ഓഫ് റെക്കോർഡുകളാണുള്ളത്. PTR എന്ന് പറയുന്നത് IP ടു നെയിം കൺവേർട്ട് ചെയ്യുന്ന റെക്കോർഡുകളാണ്. SOA എന്ന് പറയുന്നത് SRV എന്നൊക്കെ പറയുന്നത് DNSന്റെ സർവീസും അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെക്കോർഡുകളാണെന്ന് ജസ്റ്റ് ഇപ്പോൾ ഓർത്ത് വെക്കുക. TXT റെക്കോർഡ് എന്ന് പറയുന്നത് നമുക്ക് ഡൊമൈൻ നെയിം എപ്പോഴെങ്കിലും വെരിഫൈ ചെയ്യേണ്ട കേസ് വരുന്ന സമയത്ത് നമുക്ക് ആ വെരിഫിക്കേഷൻ പ്രോസസ്സിന് ടെക്സ്റ്റ് ലെവൽ ഡാറ്റ എൻ്റർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന റെക്കോർഡാണ്. അത് പ്രത്യേകിച്ച് അല്ലാതെ വേറെ ഫംഗ്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിളിന്റെ ഒരു കുറച്ചൊരു ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ മാത്രമാണ് ഈ കാണുന്നത്. ബ്രൗസറിന് ഒരു ക്വറി സെൻഡ് ചെയ്യുന്നു, അത് ഈ പറഞ്ഞ എല്ലാ പാത്തും പാസ് ചെയ്തിട്ട് റിസോൾവ് ആയിട്ട് വെബ്സൈറ്റ് നമുക്ക് ലോഡ് ചെയ്ത് കിട്ടുന്നു എന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ. ഓക്കെ, നമ്മൾ അഗെയിൻ നേരത്തെ പറഞ്ഞ അതേ കാര്യമാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിക്കോ. യൂസർ ഒരു ക്വറി ചെയ്യുന്നു, അതൊരു നിയറസ്റ്റ് DNS റിസോൾവർ എത്തുന്നു, അതെന്ത് ചെയ്യാണ്, റൂട്ട് DNS സെർവറിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അവിടുന്ന് TLD നെയിം സെർവർ ആരാന്നുള്ള ഡാറ്റ കളക്ട് ചെയ്യുന്നു. TLD നെയിം സെർവറിലേക്ക് അഗെയിൻ കമ്മ്യൂണിക്കേഷൻ പോകുന്നു. അവിടുന്ന് ഓതറിറ്റേറ്റീവ് സെർവർ ആരാന്നുള്ള ഡാറ്റ തിരിച്ചു വരുന്നു. അഗെയിൻ റിക്കർസീവ് DNS റിസോൾവർ എന്ത് ചെയ്യാണ്, ഓതറിറ്റേറ്റീവ് സെർവറിലേക്ക് ചോദിക്കുകയാണ് ഈ ഡൊമൈൻ ഏതാണ്, ഇതിന്റെ IP എന്താണെന്ന് ചോദിക്കുന്നു. അപ്പോൾ എന്താണ് അതിന്റെ റെസ്പോൺസ്, ഓതറിറ്റേറ്റീവ് സെർവർ ഇന്ന IP ആണെന്ന് റെസ്പോണ്ട് ചെയ്യുന്നു. യൂസറിന്റെ സിസ്റ്റത്തിലേക്ക് ആ IP അഡ്രസ്സ് എത്തുന്നു. അത് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റമാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, ആ IP അഡ്രസ്സിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവിടെ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന സൈറ്റോ സർവീസോ കാര്യങ്ങളോ തിരിച്ച് ഈ യൂസറിന് എത്തിച്ചു കൊടുക്കുന്നത്. ഓക്കെ, സെയിം കൺസെപ്റ്റ് തന്നെ വേറൊരു എക്സാമ്പിൾ കൂടെ അഡീഷണൽ ആഡ് ചെയ്തത് മാത്രം. ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ,
സോ നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം ആ DNS query എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം ഏകദേശം നിങ്ങൾക്ക് ഒരു DNS എന്താണെന്നും അതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്നും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പക്ക ലോക്കലായിട്ടൊരു DNS സർവീസ് നമുക്കൊന്ന് കോൺഫിഗർ ചെയ്ത് നോക്കാം. അപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, സോറി. ഓക്കെ, ഞാൻ അതിന് വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഉപയോഗിച്ച സെയിം സെർവർ തന്നെ ഇവിടെ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആ സെർവർ എടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് സിസ്റ്റം കാണാമല്ലോ അല്ലേ. ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു DNS നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ആ DNSന്റെ സർവീസ് നമ്മൾ ഇൻസ്റ്റാൾഡ് ആയിരിക്കണം. അപ്പം അതിന് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഞാൻ ആ സെർവർ ലോഗിൻ ചെയ്തു. അഗൈൻ സെർവർ മാനേജർ എടുത്തു വെച്ചു. ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതൊരു സിസ്റ്റം കിട്ടിക്കഴിഞ്ഞാലും അതിൻ്റെ സിസ്റ്റം നെയിം എന്ന് പറയുന്നത് ഒരു റീഡബിൾ കണ്ടീഷനിലാണോ എന്ന് ചെക്ക് ചെയ്യുക. സോ ഡിവൈസ് നെയിം വിൻ സെർവർ എന്ന് തന്നെയാണ്. അപ്പോൾ തൽക്കാലം അത് തന്നെ കീപ്പ് ചെയ്യാം. ചില സമയത്ത് അവിടെ എന്തെങ്കിലും കോഡോ കാര്യങ്ങളോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ കോഡൊക്കെ ഓർത്ത് വെക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള സമയങ്ങൾ എന്ത് ചെയ്യുക, റീനെയിം ദിസ് PC കൊടുക്കുക, പുതിയ പേര് കൊടുക്കുക, എന്നിട്ട് നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ റീസ്റ്റാർട്ട് ചെയ്യാൻ ചോദിക്കും. ആ റീസ്റ്റാർട്ട് നിങ്ങൾ മസ്റ്റായിട്ടും കൊടുക്കണം. വൺസ് റീസ്റ്റാർട്ടായി വന്നതിന് ശേഷം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ സർവീസ് ഇവിടെ വന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. സോ അതിന് മാനേജിനകത്ത് വരിക, ആഡ് റോൾസ് ആൻഡ് ഫീച്ചേഴ്സ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കണ്ടന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ച് നോക്കുക. നെക്സ്റ്റ് റോൾ ഓർ ഫീച്ചർ ബേസ്ഡ് ഇൻസ്റ്റലേഷൻ കൊടുക്കുക. അഗൈൻ നെക്സ്റ്റ് കൊടുക്കുക. സെലക്ട് എ സെർവർ ഫ്രം ദ സെർവർ പൂൾ എന്നുള്ളത് അങ്ങനെ തന്നെ കീപ്പ് ചെയ്താൽ മതി, കാരണം ബൈ ഡിഫാൾട്ട് നമ്മളുടെ മെഷീൻ അവിടെ സെലക്റ്റഡ് ആയിരിക്കും. പിന്നെ ഇതിനകത്ത് DNS സെർവർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, അത് മാത്രം ടിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങളോട് ചോദിക്കും ഇതുമായി ബന്ധപ്പെട്ട ഫീച്ചേഴ്സ് ആഡ് ചെയ്യണമെന്ന് ചോദിക്കും. ഓട്ടോമാറ്റിക് ആയിട്ട് ഫീച്ചർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ആഡ് ഫീച്ചേഴ്സ് കൊടുക്കുക. പിന്നെ ഇവിടെ എറർ അടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ സെർവർ എടുത്ത സമയത്ത് ഞാനൊരു ക്ലൗഡ് സർവീസസ് നിന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സെർവറാണ്. അപ്പം അതിനകത്ത് നമ്മൾ സ്റ്റാറ്റിക് ആയിട്ട് IP വെച്ചിട്ടുണ്ടാവില്ല. അതായത് എൻ്റെ NS നെറ്റ്വർക്കിൻ്റെ അഡാപ്റ്ററിനകത്ത് പോയി കഴിഞ്ഞാൽ അവിടെ IP സ്റ്റാറ്റിക് ആയിട്ടില്ല. അത് ഓട്ടോമാറ്റിക് ആയിട്ട് DHCP വഴി കിട്ടുന്ന IP ആണ്, ഓട്ടോമാറ്റിക് ആയിട്ട് അസൈൻഡ് IP ആണ്. അതുകൊണ്ടാണ് അവിടെ ഒരു എറർ മെസ്സേജ് കാണിച്ചത്. ഇത് ഒഴിവാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, IPv4നകത്ത് പ്രോപ്പർട്ടീസ് എടുത്ത് പോയിട്ട് യൂസ് ദ ഫോളോയിങ് IP അഡ്രസ് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ തന്നെ മാനുവലി ഒരു IP ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ചില സർവീസസിന് ഇങ്ങനെ മാനുവലി IP സെറ്റ് ചെയ്യുന്നത് മസ്റ്റാണ്. അപ്പോൾ DNS പോലുള്ള ചില സർവീസസിന് എന്താണ്, ഈ ഒരു സ്റ്റാറ്റിക് IP മസ്റ്റാണ്. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം എക്സിസ്റ്റിംഗ് ഉള്ള IP ചേഞ്ച് ആയി പോകാൻ പാടില്ല. കാരണം ഈ സിസ്റ്റത്തിൻ്റെ IP ആയിരിക്കും ഇനി DNS സെർവറിൻ്റെ IP ആയിട്ട് നമ്മൾ ഫ്യൂച്ചറിൽ യൂസ് ചെയ്യുക. അപ്പം അതുകൊണ്ടാണ് അവിടെ സ്റ്റാറ്റിക് IP വേണമെന്ന് പറയുന്നത്. നാളെ വരുന്ന സമയത്ത് വേറൊരു IP വന്നു കഴിഞ്ഞാൽ മെഷീൻസിനൊക്കെ DNS സോൾവ് ചെയ്യാനും ഒക്കെ കൺഫ്യൂഷനും പ്രശ്നങ്ങളും വരും. അത് ഒഴിവാക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് പഠിക്കാനുള്ള കാര്യമായതുകൊണ്ട് സ്റ്റാറ്റിക് IP നിർബന്ധമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ സെറ്റ് ചെയ്യുന്നില്ല. ജസ്റ്റ് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ അത് മുന്നോട്ട് പോകും. ഇവിടെ ഫീച്ചേഴ്സ് പ്രത്യേകിച്ച് ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. 3.5 ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അത് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. ജസ്റ്റ് DNSന്റെ സർവീസ് മാത്രം ഇൻസ്റ്റാൾ ചെയ്താൽ മതി. പിന്നെ DNS സർവീസുമായി ബന്ധപ്പെട്ട വേണ്ട കാര്യങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്തായിട്ടുണ്ട്, അതിൽ കയറിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ വന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഉത്തരവില്ല, DNS സെർവർ ടൂൾ എന്ന് പറയുന്നത് DNS മാനേജ് ചെയ്യുന്ന ആ ഒരു ടൂളും കൂടെ അതിൽ അഡീഷണൽ ഇൻസ്റ്റാൾ ആവും. അത്രയേ ഉള്ളൂ. ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക. ഇത് ഡൊമൈൻ നെയിമും കാര്യങ്ങളെ പറ്റിയുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ്, നിങ്ങൾ വായിച്ച് നോക്കുക. പിന്നെ എന്ത് ചെയ്യുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റീസ്റ്റാർട്ട് ഡെസ്റ്റിനേഷൻ സെർവർ ഓട്ടോമാറ്റിക്കലി ഇഫ് റിക്വയർഡ് ടിക്ക് ചെയ്യുക. പിന്നെ അത് റീസ്റ്റാർട്ട് ചെയ്യും, നമ്മളോട് ചോദിക്കില്ല എന്നുള്ളൊരു വാർണിംഗ് തരുന്നതാണ്. അപ്പോൾ അത് വായിച്ച് നോക്കുക, ദെൻ യെസ് കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ കൊടുക്കുക. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സർവീസ് നമുക്ക് കോൺഫിഗർ ചെയ്യാം. ഓക്കെ, സോ ഇൻസ്റ്റലേഷൻ നടക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് കാര്യം കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്യാം. ഇപ്പം നമ്മൾ പറഞ്ഞതാണ്, നമുക്ക് ഡൊമൈൻ നെയിം പർച്ചേസ് ചെയ്യാമെന്ന് പറഞ്ഞു, അത് ഗ്ലോബലി യുണീക്ക് ആണെന്നും പറഞ്ഞു. ഇതിൽ സബ് ഡൊമൈൻ മാത്രം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് വാല്യൂ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പം നമ്മളെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന മീറ്റിങ്ങിൻ്റെ ലിങ്ക് meeting.google.com എന്നാണ് അതിൻ്റെ ഡൊമൈൻ വരുന്നത്. അതിനുശേഷം ഒരു BKT-YQRD എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാത്തും കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. മീറ്റ് എന്ന് പറയുന്നത് സബ് ഡൊമൈൻ ആണ്, ഗൂഗിൾ എന്ന് പറയുന്നത് നമ്മുടെ ഡൊമൈൻ ആണ്, .com എന്ന് പറയുന്നത് എന്താണ്, ടോപ്പ് ലെവൽ ഡൊമൈൻ ആണ്, സ്ലാഷ് കഴിഞ്ഞ് വരുന്ന ഭാഗം പാത്താണ്. അപ്പോൾ അവിടെ ഒരു ഡയറക്ടറിയോ ഒരു ഫോൾഡറോ ഒന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ വരുള്ളൂ. ആ പാത്ത് എന്ന് പറയുന്നത് നമ്മളുടെ മീറ്റിങ്ങിൻ്റെ ID ആണ്.
പിന്നെ ഇതിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ സർട്ടിഫിക്കറ്റ്സ് വരാം. നമ്മൾ മുന്നേക്ക് സംസാരിച്ചിരുന്നു റൂട്ട് സർട്ടിഫിക്കറ്റിന്റെ കേസൊക്കെ. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇനിയും വരാനുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് ഓരോ കാര്യത്തിന് അടുപ്പിച്ച് നമ്മൾ എന്ത് ചെയ്യും, അതൊക്കെ ഡിസ്കസ് ചെയ്യും. എല്ലാം കൂടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആയി പോകുള്ളൂ. DNS ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് നാളെ നമുക്ക് DNS ആവശ്യമുണ്ട്. വ്യാഴാഴ്ചത്തെ ക്ലാസ്സിൽ വ്യാഴാഴ്ച നമ്മൾ മിക്കവാറും ADDS ആയിരിക്കും, ആക്റ്റീവ് ഡയറക്ടറി ഡൊമൈൻ സർവീസസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. ആക്റ്റീവ് ADDS നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് ഈ ഡൊമൈൻ നെയിമിൻ്റെ ആവശ്യമുണ്ട്. കാരണം ADDS ഡൊമൈൻ നെയിമുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സർവീസാണ്. DNS നിർബന്ധമാണ്. അപ്പോൾ അത് ആ ഒരു ആവശ്യത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ വരും, അന്നേരം അതെന്തായാലും ഈ DNS സർവീസ് അടുത്ത ക്ലാസ്സിൽ വേണ്ടി വരും. ഓക്കെ, സോ DNS ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇവിടെ DNSന്റെ സർവീസ് നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്ത് കാണാം. നമ്മൾ എന്ത് ചെയ്യാണ്, വീണ്ടും സെർവർ മാനേജർ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടൂൾസിനകത്ത് DNS എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് DNSന്റെ മാനേജ്മെൻറ്റ് വിൻഡോ തുറന്നു വരും. DNS സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് എന്ത് ചെയ്യും, ആ വിൻഡോ ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. രണ്ടും സെയിം തന്നെയാണ്. ഇതാണ് നമ്മുടെ DNS മാനേജ്മെൻറ്റ് വിൻഡോ. ഇപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, DNS എന്ന് പറയുന്നത് സർവീസ് നെയിമാണ്. ഇവിടെ നമ്മളുടെ സെർവർ നെയിം win-server എന്ന് പറയുന്നത് നമുക്ക് അത് കാണാൻ പറ്റുന്നുണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എക്സ്പാൻഡ് ചെയ്യാൻ ഒരു ഓപ്ഷൻ വരും. ഈ സൈഡിൽ കുറേ വാല്യൂസ് വരും. ഇതൊക്കെ ഇതുമായി കണക്റ്റഡ് ആയിട്ട് വരുന്ന ഓപ്ഷൻസ് ആണ്. ഇവിടെ നമ്മൾ വീണ്ടും എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഫോർവേഡ് ലുക്കപ്പ് സോൺ, റിവേഴ്സ് ലുക്കപ്പ് സോൺ എന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണം കാണാം. ഇതിൽ ഫോർവേഡ് ലുക്കപ്പ് സോൺ എന്ന് പറയുന്നത് നെയിം ടു IP കൺവേർഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന DNSനകത്തുള്ളൊരു സോണാണ്. സോൺ എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് വാല്യൂ എന്ന് വിചാരിച്ചാൽ മതി. ഈ A റെക്കോർഡ്, MX റെക്കോർഡ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യുന്നത് ഓരോ സോണിനകത്തായിരിക്കും. ഈ സോണിനകത്ത് നമുക്ക് ഓരോ ഡൊമൈനും ഓരോ സോൺ നമ്മൾ DNS സോൺ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. ഈ സോണിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുക, വാല്യൂസ് ഒക്കെ കൊടുക്കുക. അപ്പോൾ ഫോർവേഡ് ലുക്കപ്പ് സോൺ എന്ന് പറയുന്നത് എപ്പോഴും ആലോചിക്കുക, നെയിം ടു IP കൺവേർഷന് വേണ്ടി ഉപയോഗിക്കുന്ന DNSനകത്തുള്ളൊരു ഓപ്ഷനാണ്. അതേപോലെ തന്നെ റിവേഴ്സ് ലുക്കപ്പ് സോൺ എന്ന് പറഞ്ഞാൽ ഇതിന് നേരെ എക്സാക്ട് ഓപ്പോസിറ്റ്, IP ടു നെയിം കൺവേർഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഫീൽഡാണെന്ത്, റിവേഴ്സ് ലുക്കപ്പ് സോൺ. ബാക്കി ട്രസ്റ്റ് പോയിന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടീഷണൽ ഫോർവേഡേഴ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇത് കഴിഞ്ഞ് ഉള്ള സമയങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യും. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു DNS ക്രിയേറ്റ് ചെയ്ത് നോക്കാം. DNS ക്രിയേറ്റ് ചെയ്യാൻ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരു ഫോർവേഡ് ലുക്കപ്പ് സോണും ക്രിയേറ്റ് ചെയ്യണം, ഒരു റിവേഴ്സ് ലുക്കപ്പ് സോണും ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഫോർവേഡ് ലുക്കപ്പ് സോൺ ക്രിയേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യുക, ഫോർവേഡ് ലുക്കപ്പ് സോണിൻ്റെ മുകളിൽ എന്ത് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ സോൺ കൊടുക്കുക. ഓക്കെ, ന്യൂ സോൺ കൊടുക്കുക, ചെറിയൊരു വിൻഡോ ഇവിടെ ഓപ്പൺ ആയി വരും. അതിനകത്ത് ഫസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക. നമുക്ക് വേണ്ടത് പ്രൈമറി സോൺ ആണ്. സെക്കൻഡറി സോൺ, സ്റ്റബ് സോൺ ഒക്കെ നമ്മൾ പിന്നെ ഫ്യൂച്ചർ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യും. എല്ലാം കൂടെ പറഞ്ഞാൽ നമ്മൾ അത് കൂടെ കൺഫ്യൂഷൻ ആയി പോകും. സോ മാത്രമല്ല അത് ഈ ഒരു 1 hour കൊണ്ട് തീരുമില്ല. അതിനുമാത്രം കാര്യങ്ങൾ അതിനകത്ത് DNS നമുക്ക് ചെയ്യാൻ പറ്റും. സോ ജസ്റ്റ് ഓർത്ത് വയ്ക്കുക, നമ്മൾ പ്രൈമറി സോൺ എപ്പോഴും വേണം. പ്രൈമറി സോൺ ഉണ്ടെങ്കിൽ മാത്രമേ ബാക്കി സോണുകളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പ്രൈമറി സോൺ സെലക്ട് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സോൺ നെയിം കൊടുക്കണം. ഈ സോൺ നെയിം എന്ന് പറയുന്നത് നിങ്ങളുടെ ഡൊമൈൻ നെയിം ആയിരിക്കും. ഇപ്പം എൻ്റെ കേസിൽ ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്ന ഡൊമൈൻ നെയിം എന്ന് പറയുന്നത് എന്താണ്, necroman.xyz എന്നാണ്. സോ ഞാൻ എന്ത് ചെയ്യാണ്, ആ ഡൊമൈൻ നെയിം എനിക്ക് ഇവിടെ കൊടുക്കാൻ വേണമെങ്കിൽ, ഇല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താണ്, ഒരു ലോക്കൽ ഡൊമൈനാണ് വേണമെങ്കിൽ necroman.local എന്ന് പറഞ്ഞു കൊടുക്കാം. ലോക്കൽ, necroman.local ഒരു ലോക്കൽ ഡൊമൈനാണ്. പബ്ലിക്കിലൊന്നും ഇതിന് കണക്ടിവിറ്റി ഒന്നും ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ സിസ്റ്റവും കാര്യങ്ങളും മാത്രം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോക്കലി ഇന്റർനെറ്റിലൊന്നും അല്ലാതെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, .local എന്ന് കൊടുക്കാം. അല്ല നിങ്ങളുടെ മെയിൻ ഡൊമൈൻ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ XYZ, എൻ്റെ ഡൊമൈൻ അതാണ്, അത് നിങ്ങൾക്ക് കൊടുക്കാം. വാട്ട് എവർ അത് വർക്ക് ചെയ്യും. അപ്പോൾ എപ്പോഴും അല്ലെങ്കിൽ ഇതൊക്കെ ഈ ഇന്റർനെറ്റ് ലെവലിലൊക്കെ നമ്മളിത് കോൺഫിഗർ ചെയ്യണമെങ്കിൽ അതിന് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. ജസ്റ്റൊക്കെ അതൊന്ന് മൈൻഡിൽ വയ്ക്കുക. ഓക്കെ, അഗെയിൻ നെക്സ്റ്റ് കൊടുക്കുക. ക്രിയേറ്റ് എ ന്യൂ സോൺ ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഓൾറെഡി നിങ്ങൾ എവിടെയെങ്കിലും DNS ഒക്കെ ഉള്ള സർവീസ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ DNS ഫയൽ അവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടും. ആ ഫയൽ നിങ്ങൾക്ക് വേണം ഇവിടെ കൊണ്ടുവന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ന്യൂ ഫയൽ വിത്ത് സോൺ എന്ന് ജസ്റ്റ് സെലക്ട് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഡൈനാമിക് അപ്ഡേറ്റ്സ് ആണ്. അത് നമ്മൾ പ്രത്യേകിച്ച് മൈൻഡ് ചെയ്യുന്നു വേണ്ട. ഡു നോട്ട് അലോ ഡൈനാമിക്, എന്താണോ ഡിഫോൾട്ട് ഉള്ള സെറ്റിങ്സ് അത് തന്നെ കീപ്പ് ചെയ്താൽ മതി. നെക്സ്റ്റ് കൊടുക്കുക, ഫിനിഷ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ എന്താണ്, വീണ്ടും ഇത് ഫോർവേഡ് ലുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡൊമൈൻ നെയിം ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ എന്താണ്, ഒരു SOA റെക്കോർഡും ഒരു NS റെക്കോർഡും നിങ്ങൾക്ക് കാണാൻ പറ്റും. NS റെക്കോർഡ് രണ്ടിലും പറയുന്നത് ഏതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡൊമൈൻ വിഷൻസ് എന്നാണ് പറയുന്നത്. രണ്ടായാലും അത് വിൻ സെർവർ തന്നെയാണ്, ഈ വിഷൻ തന്നെയാണ്. വേറെ എവിടേക്കും ഇതിനെപ്പറ്റി ചോദിക്കാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല എന്ന് തന്നെ പറയാം. അതായത് ലോക്കലി ഇത് വർക്ക് ചെയ്യുള്ളൂ ഇപ്പോൾ. ഓക്കെ,
ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു റിവേഴ്സ് ലുക്കപ്പ് സോണും ക്രിയേറ്റ് ചെയ്യാം. റിവേഴ്സ് ലുക്കപ്പ് സോൺ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ മിഷൻ്റെ IP അഡ്രസ്സ് കണ്ടുപിടിച്ച് വെക്കണം. IP അഡ്രസ്സ് കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യുക, IP config എന്ന് ടൈപ്പ് ചെയ്താൽ മതി. IP config അടിച്ചിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ IPv4 അഡ്രസ്സ് നമുക്ക് കാണാം. ലിങ്ക് ലോക്കൽ എന്ന് പറയുന്നത് IPv6-നകത്ത് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടുന്ന ഒരു IP അഡ്രസ് ആണ്. യൂഷ്വലി നമ്മളത് ഒന്നിനും കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കാറില്ല. അപ്പോൾ ജസ്റ്റ് അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ എൻ്റെ IP എന്ന് പറയുന്നത് 10.0.0.4. ഇത് ക്ലാസ് C IP ഫീച്ചേഴ്സ് ആണ് കാണിക്കുക. കാരണം സബ്നെറ്റ് മാസ്ക് 255.255.255.0 ആണ്. ക്ലാസ് സിയുടെ സബ്നെറ്റ് ആണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ നെറ്റ്വർക്കിനകത്ത് എത്രയേ ഉണ്ടാവുള്ളൂ, 255 IP മാത്രമേ കാണുകയുള്ളൂ. ഇതെൻ്റെ ഡിഫാൾട്ട് ഗേറ്റ്വേ എന്ന് പറയുന്നത് ഞാൻ ഈ സെർവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ക്ലൗഡ് പ്രൊവൈഡറിൻ്റെ എൻഡിൽ കമ്മ്യൂണിക്കേഷനും എനിക്ക് ഉപയോഗിക്കുന്ന IP. അതിൻ്റെ അവരെ എഡ്ജിൽ നമ്മൾ കോൺഫിഗർ ചെയ്ത് വെച്ചേക്കുന്ന IP എന്നുള്ള മീനിങ് മാത്രമേ ഉള്ളൂ. മേ ബി നമ്മളൊരു ഇപ്പം നെറ്റ്വർക്കിലാണെങ്കിൽ മേ ബി അതൊരു മോഡത്തിൻ്റെ IP ആവാം, അല്ലെങ്കിൽ നിങ്ങൾ ഫയർവാളിൻ്റെ IP ആവാം, എന്തും ആവാം. ജസ്റ്റ് ഒരു ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ IP അഡ്രസ്സ്. ഓക്കെ, അപ്പോൾ എപ്പോഴും ഈ സബ്നെറ്റ് മാസ്കും ഈ റിവേഴ്സ് ലുക്കപ്പ് സോണും കണക്ട് ആണ്. അപ്പോൾ അത് നമ്മൾ ഓർത്ത് വയ്ക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അപ്പോൾ ഇത് നമുക്ക് മനസ്സിലായി, ഇതാണ് എൻ്റെ IP അഡ്രസ്സ് മനസ്സിലായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഇനി റിവേഴ്സ് ലുക്കപ്പ് സോൺ ക്രിയേറ്റ് ചെയ്യാൻ ന്യൂ സോൺ കൊടുത്തു, നെക്സ്റ്റ് കൊടുത്തു. ഇവിടെ അഗെയിൻ നമുക്ക് പ്രൈമറി സോണാണ് സെലക്ട് ചെയ്യുന്നത്. സെക്കൻഡറി സബ് സോണൊക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, നമുക്ക് പ്രൈമറി സോൺ ഓൾറെഡി വേണം. ദെൻ IPv4 അഡ്രസ്സാണ് ഞാൻ ചെയ്യുന്നത്. V6 ആണെങ്കിൽ V6 സെലക്ട് ചെയ്യുക. സോ V4 ആയതുകൊണ്ട് V4 സെലക്ട് ചെയ്തു, നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ എൻ്റെ നെറ്റ്വർക്ക് ID സെലക്ട് ചെയ്ത് കൊടുക്കണം. ഞാൻ ക്ലാസ് A IP വിത്ത് 255.0.0.0 ആയിരുന്നു യൂസ് ചെയ്തെങ്കിൽ അവിടെ 10 മാത്രം കൊടുത്താൽ മതി. കാരണം 10 എന്ന് പറയുന്നത് ക്ലാസ് എയുടെ റേഞ്ചിൽ പെട്ട IP ആണ്. പക്ഷെ എന്തല്ല, ഞാൻ അവിടെ സബ്മിറ്റ് ചെയ്തു. സബ്മിറ്റ് ചെയ്തിട്ട് ഞാൻ ഉപയോഗിക്കുന്ന IP എന്താണ് ഇപ്പോൾ 10.0.0.4 255.255.255.0 ആണ് എൻ്റെ സബ്നെറ്റ് മാസ്ക്. വിച്ച് മീൻസ് 10.0.0 ആണ് എൻ്റെ നെറ്റ്വർക്ക് ID. അപ്പോൾ അത് ഞാനിവിടെ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ ക്രിയേറ്റ് ഫയൽ ഓൾറെഡി ഇല്ലാത്തത് കൊണ്ട് പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറയുക, നെക്സ്റ്റ് കൊടുക്കുക. ബാക്കി ചേഞ്ചസ് ഒന്നും വരുത്തണ്ട, നെക്സ്റ്റ് കൊടുക്കുക, ഫിനിഷ് അടിക്കുക. ഇവിടെ റിവേഴ്സ് ലുക്കപ്പ് സോണും ക്രിയേറ്റ് ആവും. ഞാൻ ഇത് ഇവിടെ ഈ ആരോ എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഡൊമൈൻ നെയിം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഈ റിവേഴ്സ് ലുക്കപ്പ് സോൺ നെയിം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അവിടെ എന്ത് കാണാൻ പറ്റും, ഇങ്ങനെ എനിക്ക് ഇവിടെ SOAയും NS റെക്കോർഡും കാണാൻ പറ്റും. ഇത് രണ്ടും ഇതിൻ്റെ എവിടേക്കാണ് നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള കാര്യങ്ങൾ ഈ ഡൊമൈൻ നെയിം ആയിട്ട് ബന്ധപ്പെട്ടുള്ള കോൺഫിഗറേഷൻ ആണെന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. അപ്പോൾ അതിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആവും. അപ്പോൾ എനിക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും, ഒരു എൻട്രി ഇതിലിടാൻ പറ്റും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ വന്നിട്ടുണ്ടാവും. A റെക്കോർഡ് ഓർ 4A റെക്കോർഡ്, അല്ലെങ്കിൽ C നെയിം, ഒരു എക്സ്ചേഞ്ച് അഡ്രസ്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം, പുതിയ ഡൊമൈൻ എനിക്ക് ആഡ് ചെയ്യാം, ഡെലിഗേഷൻ, അങ്ങനത്തെ പല DNS സെക്യൂരിറ്റി. DNS എന്ന് പറയുന്നത് DNSന്റെ സെക്യൂരിറ്റിയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഫ്യൂച്ചറിൽ ഓരോന്നായിട്ട് നമ്മൾ നോക്കും. അപ്പോൾ ജസ്റ്റ് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഹോസ്റ്റ് എൻട്രി, ഒരു A റെക്കോർഡ് നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, A റെക്കോർഡ് ആഡ് ചെയ്യാണ്. അപ്പോൾ അതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേറൊരു കാര്യം കൂടെ കാണിച്ചു തരാം. അപ്പോൾ NS ലുക്കപ്പ് സ്പേസ് മൈ സൈറ്റ് ഡോട്ട് necroman.xyz ഇത് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ അൺനോൺ കാണ്ട് ഫൈൻഡ് എനി സൈറ്റ് എന്നുണ്ട് എറർ അടിക്കുന്നു. കാരണം പ്രത്യേകിച്ച് വേറെ സൈറ്റോ കാര്യങ്ങളോ ഒന്നും ഡിഫൈൻഡ് അല്ല. ഇനി ഞാൻ ഈ മിഷൻ്റെ IP കൂടെ കൂട്ടിയിട്ട് കൊടുത്താലോ 10.0.0.4 വെച്ച് കൊടുത്താലും പ്രത്യേകിച്ച് ഒന്നും വരില്ല, അൺനോൺ തന്നെ വരും. അത് ടൈം ഔട്ട് ആയി പോയി. കാരണം ഇതിനകത്തുള്ള ലോക്കൽ DNSനകത്തും പ്രത്യേകിച്ച് എൻട്രി ഒന്നുമില്ല. അപ്പം ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ചുമ്മാ മൈ സൈറ്റ് എന്ന് പറയുന്നത് മൈ സൈറ്റ് അല്ലായിരുന്നു കൊടുത്ത്, മൈ സൈറ്റ് 1 ഉണ്ടോ, മൈ സൈറ്റ് എന്ന് പറയുന്നതിന് എന്ത് ചെയ്യാൻ പോവാണ് 10.0.0.50 എന്ന് പറയുന്ന IP ആണ് എൻ്റെ ഈ ഒരു ഡൊമൈനിന് ബാധകമായിട്ടുള്ളതെന്ന് പറയുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാനിവിടെ എന്തേ കൊടുത്തിട്ടുള്ളൂ, മൈ സൈറ്റ് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ബാക്കി ഓട്ടോമാറ്റിക്കായിട്ട് necroman.xyz എന്ന് പറയുന്നത് ആഡ് ആവും. കാരണം എൻ്റെ സോൺ ഫയൽ necroman.xyz ആണ്. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഓരോ ഡൊമൈനിനും സെപ്പറേറ്റ് സോൺ ഫയൽ ആവശ്യമാണ്. ഓക്കെ, ഇത് ആഡ് ചെയ്തു, ആഡ് ഹോസ്റ്റ് കൊടുക്കുക, കംപ്ലീറ്റ് ആയി, ഡൺ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അതേപോലെ എന്ത് ചെയ്യാം, എനിക്ക് റിവേഴ്സിനകത്തും
ചെയ്യാൻ പറ്റും. സോ റിവേഴ്സിനകത്ത് ന്യൂ പോയിന്റർ ആണ് വരിക. അവിടെ മറ്റടുത്ത് നമ്മൾ എയറക്കോഡ് ആണെങ്കിൽ ഇവിടെ പോയിന്റർ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു റിവേഴ്സിന്റെ എൻട്രി ഫയലാണ് എന്ത് പോയിന്റർ എന്ന് പറയുന്നത്. പോയിന്റർ കൊടുക്കുക, അവിടെ 10.0.0.50 ആണ് എനിക്ക് പോയിന്റ് ചെയ്യേണ്ട IP. അതിന്റെ ഹോസ്റ്റ് നെയിം എനിക്ക് എന്ത് ചെയ്യാം, നേരത്തെയുള്ള ഫോർവേഡ് ലുക്കപ്പ് സോണിനകത്ത് നിന്ന് എനിക്ക് ബ്രൗസ് ചെയ്ത് കാണിച്ചു കൊടുക്കാം. മൈ സൈറ്റാണ്. ഈ IP അഡ്രസ്സ് ആരെങ്കിലും ഏത് സൈറ്റിനെ ചോദിച്ച് തിരിച്ച് റിസോൾവ് ചെയ്യാൻ ചോദിച്ചാൽ ഈ ഫോർവേഡ് ലുക്കപ്പ് സോണിലുള്ള ഈ റെക്കോർഡിലാണ് കാണിച്ചു കൊടുക്കേണ്ടത് എന്ന് നമ്മൾ പറയാൻ പറ്റും. ഇതേ കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ എയർ റെക്കോർഡ് ആഡ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ആഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കാം. അതെങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈ സൈറ്റ് 1 എന്ന് പറയുന്നത് ഞാൻ എന്ത് ചെയ്യാണ് 10.0.0.55 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഞാൻ അഗൈൻ നേരത്തെ പറഞ്ഞ പോലെ മൈ സൈറ്റ് 1 എന്ന് മാത്രമേ, സബ് ഡൊമൈൻ മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ഇവിടെ മെയിൻ ഡൊമൈൻ necroman.xyz അവിടെ കിടപ്പുണ്ട്, അത് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതാണ്. ഇവിടെ എന്ത് ചെയ്യുക, ക്രിയേറ്റ് അസോസിയേറ്റഡ് പോയിന്റർ റെക്കോർഡ് എന്നുള്ള ഈ ടിക്ക് ഇട്ടിട്ട് നമ്മൾ ആഡ് ഹോസ്റ്റ് കൊടുത്താൽ ഇവിടെ ഹോസ്റ്റ് മൈ സൈറ്റ് എന്നുള്ളത് 55ലേക്ക് മാപ്പ് ആവും. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ പോയിന്റർ. ഞാനൊന്ന് റീഫ്രഷ് ചെയ്ത് കൊടുത്താൽ മതി, പോയിന്റർ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നു. ഇത് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ചുമ്മാ മൈ സൈറ്റ് റിസോൾവ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ കിട്ടില്ല. കാരണം NS ലുക്കപ്പ് കൊടുക്കുന്ന സമയത്ത് ഇതൊരു പബ്ലിക് DNS സെർവറാണ്. ഇതിനകത്ത് എൻ്റെ ഈ ലോക്കൽ DNS സെർവറിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ, കാരണം NSലൊക്കെ നിങ്ങൾക്ക് കാണാം സ്വന്തം സെർവറിനെ അത് കാണിച്ചു കൊടുക്കുന്നത്. പബ്ലിക്കിലുള്ള മെയിൻ റൂട്ട് ഡൊമൈനൊന്നും അല്ല അവിടെ കാണിച്ചു കൊടുക്കുന്നത്, ഈ SOAക്കകത്തൊന്നും. മീൻസ് അത് എൻ്റെ ലോക്കൽ മെഷീനകത്ത് മാത്രമേ ഈ റെസൊല്യൂഷൻ നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഓക്കെ ലോക്കൽ മെഷീനകത്ത് മാത്രമേ ഈ റെസൊല്യൂഷൻ നടക്കുകയുള്ളൂ, പബ്ലിക്കലി നടക്കില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, എൻ്റെ DNS സെർവറിൻ്റെ IP കൂടെ കൂട്ടിയിട്ട് ഇത് വിളിച്ച് നോക്കാം. 10.4 ആണല്ലോ എൻ്റെ മെഷീൻ്റെ IP. അപ്പോൾ അതുകൂടെ കൂട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം, മൈ സൈറ്റ് ഇത് വിളിക്കുന്ന സമയത്ത് നേരത്തെ നമുക്കത് എന്ത് പറ്റി, ഇവിടെ കണ്ടോ, നേരത്തെ നമ്മൾ വിളിച്ച സമയത്ത് ഇത് റെസൊല്യൂഷൻ നടന്നില്ല, ടൈം ഔട്ട് ആയിപ്പോയി. പക്ഷേ ഇപ്പം ഞാൻ വിളിച്ച സമയത്ത് എന്തായി, ഇതിവിടെ റിസോൾവ് ആയി. മൈ സൈറ്റ് എന്ന് പറയുന്നത് 50 ആണെന്ന് പറഞ്ഞു. ഇതേ കാര്യം ഞാൻ എന്ത് ചെയ്യാണ്, മൈ സൈറ്റ് 1 വേണ്ടി ട്രൈ ചെയ്ത് നോക്കാം. അത് 55 ആണെന്ന് പറയും. റൈറ്റ്, നമ്മൾ ഓൾറെഡി DNS ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അത് നടക്കും. പിന്നെ ഇനിയിപ്പോൾ ഞാൻ മൈ സൈറ്റ് 2 ട്രൈ ചെയ്യുകയാണെങ്കിലോ, ഞാൻ എൻട്രി ഇട്ടിട്ടില്ല, ഞാൻ ട്രൈ ചെയ്യാണ്. എഗെയിൻ അതെന്താണ്, കാണ്ട് ഫൈൻഡ് എന്ന് പറഞ്ഞിട്ട് എറർ അടിക്കും. ഇത്രേ ഉള്ളൂ DNS എന്ന് പറയുന്നത്. റിവേഴ്സ് നമുക്ക് ആവശ്യമില്ല, നമ്മൾ ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അത് സിസ്റ്റത്തിന് വേണ്ടി വർക്ക് ചെയ്യാനുള്ളതാണ്. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് അത് വർക്ക് ചെയ്യും. ഫോർവേഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ റിവേഴ്സും വർക്ക് ചെയ്യുന്നു മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് സമയം കുറച്ച് കുറവാണ്, അതുകൊണ്ടാണ് ഇത്തിരി സ്പീഡാക്കുന്നത്. ഇനി ഒരു 7 മിനിറ്റ് കൂടെ നമുക്ക് ബാക്കിയുള്ളൂ ക്ലാസ്സിൻ്റെ. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് 1-2 കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഏലിയാസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ന്യൂ ഏലിയാസ്. മൈ സൈറ്റ് എന്ന് പറയുന്ന എൻ്റെ സൈറ്റിന് എനിക്ക് എന്ത് ചെയ്യണം, ഒരു ഏലിയാസ് സെറ്റ് ചെയ്യണം. ഒരു എക്സാമ്പിളിന് ഇപ്പോൾ ഞാൻ പറയാണ്, ബ്ലോഗ് എന്ന് വിളിക്കുന്ന സമയത്ത് എന്താണ്, അല്ലെങ്കിൽ പോട്ടെ ടെസ്റ്റ് എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്ന എൻ്റെ സൈറ്റാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഡെവ് എന്ന് ഞാൻ വിളിക്കുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്യണം, എൻ്റെ മൈ സൈറ്റ് എന്ന് പറയുന്ന സൈറ്റ് റെസ്പോണ്ട് ചെയ്യണം. അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്യണം, ഇവിടുന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ആഡ് സി നെയിം കൊടുക്കുക. സി നെയിമിനകത്ത് എനിക്ക് എന്ത് ചെയ്യുക, ഏലിയാസ് നെയിം, നമ്മൾ നേരത്തെ പറഞ്ഞു ഏലിയാസ്. അതർ നെയിം എന്നുള്ള മീനിങ്ങേ ഉള്ളൂ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മളെ ഒരു പടത്തിൽ മോഹൻലാലിൻ്റെ പേരൊക്കെ ഉണ്ടല്ലോ, സാഗർ ഏലിയാസ് ചാക്കി. സോ ഏലിയാസ് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. അതർ നെയിം, സോ നമ്മൾ അതർ നെയിം ആയിട്ട് എന്താണ്, ഡെവ് എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ മൈ സൈറ്റിൻ്റെ അതർ നെയിം ഡെവ് ആണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ ബ്രൗസ് കൊടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഫോർവേഡ് ലുക്കപ്പ് സോണിനകത്ത് ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് ബ്രൗസിൽ ഇവിടെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സെർവർ നെയിം ആണ്. അടുത്തത് ഫോർവേഡ് ലുക്കപ്പ് സോൺ ഓപ്പൺ ചെയ്യാൻ പറയും. ഞാൻ ഡബിൾ ക്ലിക്ക് ആണ് ചെയ്യുന്നത്, ചുമ്മാ സെലക്ട് ചെയ്യുന്നു, എൻ്റർ അടിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ഉള്ളോട്ട് ഓപ്പൺ ചെയ്ത് പോയിട്ട് എന്ത് ചെയ്യാം, എനിക്ക് മൈ സൈറ്റാണ് മാപ്പ് ചെയ്യേണ്ടത്. സോ മൈ സൈറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക, എന്ത് ചെയ്യുക, ഓക്കെ അടിക്കുക. സി നെയിമിന് പോയിന്റർ റെക്കോർഡ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് എ റെക്കോർഡിനും 4A റെക്കോർഡിനും മാത്രമേ അതിൻ്റെ ആവശ്യമുള്ളൂ. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, മൈ സൈറ്റ് എന്നുള്ളതിന് പകരം ഞാൻ എന്ത് ചെയ്യാണ്, മൈ സൈറ്റ് 1ഉം മൈ സൈറ്റും എനിക്ക് റിസോൾവ് ആവും. അതിൻ്റെ കൂടെ നമുക്ക് ഡെവ് ഡോട്ട് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇത് റിസോൾവ് ആവുമെന്ന് നോക്കാം. ഡെവ് ഡോട്ട് വിളിച്ചു കഴിഞ്ഞാൽ എഗെയിൻ അതെന്തായി, റിസോൾവ് ആയി. അവിടെ അവർ പ്രത്യേകം പറയുന്നുണ്ട്, ഇത് ഏലിയാസ് നെയിമാണ്, ഇതിൻ്റെ IP അഡ്രസ് ഇതാണ്, അതിൻ്റെ ഒറിജിനൽ സൈറ്റ് ഇതാണ്. സോ ഏലിയാസ് നെയിം നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റും. ഏലിയാസ് നെയിം കൊടുത്താലും അത് വർക്ക് ചെയ്യും.
ക്ലിയർ ആണല്ലോ. പിന്നെ എനിക്കിപ്പം ഇതിനകത്ത് ഞാൻ ഒരു പബ്ലിക് ഡൊമൈൻ എടുത്തിട്ടുണ്ട്. എനിക്ക് അതിനകത്തൊരു മെയിൽ സെർവർ ഹോസ്റ്റ് ചെയ്യണം. ഇപ്പോൾ എനിക്ക് വേണം എന്ത് ചെയ്യാം, ഹരിപ്രസാദ് അല്ലെങ്കിൽ hari@necroman.xyz എന്ന് പറഞ്ഞിട്ടൊരു മെയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പൈസ കൊടുക്കണോ ഫ്രീ ആണോ എന്നുള്ളതൊക്കെ വേറെ കാര്യം. ഇനി എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഈ ഡൊമൈനകത്ത് കയറിയിട്ട് hari@necroman.xyz എന്ന് പറഞ്ഞ ഒരാൾ മെയിൽ അയക്കുന്ന സമയത്ത് ഇതേ DNS റെസൊല്യൂഷൻ നടക്കും. അപ്പൊ DNS പോയി ചോദിക്കുക, റെക്കോർഡ് ഏത് ഡൊമൈൻ നെയിം ആണ്, എന്ത് IP ആണെന്നല്ല ചോദിക്കുക, ഏത് MX റെക്കോർഡാണുള്ളത്, ഏത് MX IP ആണ് നിന്റെ കയ്യിലുള്ളതെന്നാണ് ചോദിക്കുക. റെക്കോർഡിന് വരെ അവിടെ MX ആവും. അപ്പൊ ഈ MX എന്ന് പറയുന്നത് മെയിൽ എക്സ്ചേഞ്ച് സെർവറിന്റെ IP അഡ്രസ് ഏതാണെന്നുള്ളതാണ്. ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ ആ ഡൊമൈൻ DNSന്റെ കയ്യിൽ എന്ത് വേണം, MX റെക്കോർഡ് നമ്മൾ ആഡ് ചെയ്തിരിക്കണം. അപ്പൊ ആ MX റെക്കോർഡ് എന്ത് ചെയ്യും, ഇപ്പം hari@necroman.xyz ആണെങ്കിൽ അതവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, എൻ്റെ MX റെക്കോർഡ് ഇന്നതാണെന്ന് പറഞ്ഞത് റെസ്പോണ്ട് ആവും. ഓക്കെ. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് അവിടെ ഹോസ്റ്റ് നെയിം കൊടുക്കാം, ആ സെർവറിന്റെ പേര് കൊടുക്കാം. ഒരു എക്സാമ്പിളിന് ഇപ്പൊ പറയുകയാണെങ്കിൽ മെയിൽ SRV1 മെയിൽ സെർവർ 1 എന്ന് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം മെയിൽ സെർവർ 1.necroman.xyz എന്ന് പറയുന്ന ഇതാണ്. പിന്നെ FQDN ബാക്കി കാര്യങ്ങളൊക്കെ മാപ്പ് ചെയ്യുക. ഈ MX റെക്കോർഡിന് കുറച്ചധികം പണിയുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, MX റെക്കോർഡ് ആഡ് ചെയ്യാനുള്ളതാണ്, നമുക്ക് അല്ലാതെ റിസോൾവ് ചെയ്യാനൊന്നും പറ്റില്ല. ജസ്റ്റ് ഇത് ഓർത്ത് വെച്ചാൽ മതി. അപ്പം ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, DNSനകത്ത് പല രീതിയിലുള്ള എൻട്രീസ് ഇടാൻ പറ്റും. ഇത് നമുക്ക് റിസോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ഈ രീതിയിലുള്ള കോൺഫിഗറേഷൻസ് പബ്ലിക്കലി അവൈലബിൾ ആയതുകൊണ്ടാണ് നമുക്ക് ഗൂഗിൾ പോലെയുള്ള വലിയ വലിയ സൈറ്റുകളൊക്കെ, ഗൂഗിളോ ഫേസ്ബുക്കോ വാട്ട് എവർ ദ സൈറ്റ്, നിങ്ങൾ നെറ്റിനകത്ത് എടുക്കുന്ന ഏത് സൈറ്റ് ആണെങ്കിലും ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത് ഈ DNS കോൺഫിഗറേഷൻ കൃത്യമായി അവിടെ നടക്കുന്നതുകൊണ്ടും അതിൻ്റെ റെസൊല്യൂഷൻ കൃത്യമായി നടക്കുന്നതുകൊണ്ടുമാണ് എന്ന് നമ്മൾ ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ഓക്കെ. ഇത്രയാണ് ഇന്നത്തെ ടോപ്പിക്ക്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം.